Hi all, good morning and welcome to BPCC 102 Biopsychology Free Revision class. അപ്പോ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ 102. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒത്തിരി സമയം എടുത്തിട്ട് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയായിരുന്നു BPCC 102 ബയോസൈക്കോളജി. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പം ഒത്തിരി എന്താ പറയുക ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻസർ ഷീറ്റ് കാണിക്കാം. ഇത് ഞാൻ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആണ്. ഇന്റേണൽ എക്സാമിന്റെ ടെക്സ്റ്റ് ആണ്, നമുക്ക് കിട്ടൂലല്ലോ ഇന്റേണൽ എക്സാമിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് എഴുതാറുള്ളത് എന്ന്. അപ്പം അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് പോയിന്റ് ആയിട്ട് മെയിൻ പോയിന്റ്സ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ഒക്കെ ചെയ്യും. ഇങ്ങനെ ഹെഡിങ്സ്, ഏത് ക്വസ്റ്റിന്റെ ഹെഡിങ്സും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും. ഓരോ ആൻസർ കഴിഞ്ഞാൽ വരയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, മാർക്സ് അങ്ങനെ എഴുതിയതിനെല്ലാം മാർക്ക് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. മാർക്കൊന്നും കുറയ്ക്കാണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ സബ് ഹെഡിങ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ വളരെ വൃത്തിക്ക് എഴുതാറുണ്ടായിരുന്നു. ഹോപ്പ് യു ഗൈസ് ആർ സീയിങ് കണ്ടോ. ഇത് കാണിച്ചു തരാൻ കാരണം ഇതാ സിനാപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. സിനാപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ കെമിക്കൽ സിനാപ്സ് എന്താണെന്നുള്ളത്, അപ്പൊ ആ സിനാപ്സ് ഞാൻ വരച്ചു വെച്ച് സാധാ പെൻസിൽ കൊണ്ട് കൈവച്ച് വരച്ച കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും വരയ്ക്കാൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ന്യൂറോണിന്റെ പാർട്സ്. കണ്ടോ, ഞാൻ റഫായിട്ട് ന്യൂറോണിന്റെ പാർട്സ് വരച്ചിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ന്യൂറോണിന്റെ പാർട്സ് വരയ്ക്കാം. ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി കേട്ടോ. വലിയ മൊഞ്ചാക്കി വരയ്ക്കാനുള്ളവർക്ക് മൊഞ്ചാക്കി വരയ്ക്കാം. ഇപ്പൊ നർവസ് സിസ്റ്റം ആണെങ്കിൽ ഞാൻ നർവസ് സിസ്റ്റത്തിന്റെ ഫ്ലോ ചാർട്ടായിട്ട് വരച്ചിട്ട് എഴുതാറുണ്ട്. ഇത് സെയിം ആയിട്ടാണ് വരാറുള്ളത്. വേണമെങ്കിൽ ഈ ഒരു ആൻസർ ഷീറ്റ് ഞാൻ തന്നേക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയായിരുന്നു ആൻസേഴ്സ് എഴുതാറുള്ളത്. എന്റെ സ്വന്തം ആൻസർ ഷീറ്റ് ആട്ടോ. ഇടാം. എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായോ? ഒരു ഫിസിയോളജി അല്ലെങ്കിൽ ബയോസൈക്കോളജിയുടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അറ്റൻഡ് ചെയ്തത്? എല്ലാരും കണ്ടോ? അന്ന് പഠിച്ചതിനെല്ലാം മാർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 80-ല് ഒരു 64 മാർക്ക് അത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ പഠിപ്പിയൊന്നും ആയിരുന്നില്ല ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊന്നും. തേർഡ് ഇയർ ഒക്കെ എത്തുമ്പോഴത്തേക്കും ട്രാക്ക് മനസ്സിലായപ്പോ തേർഡ് ഇയർ മുതലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അറിയില്ലായിരുന്നു എങ്ങനെ പഠിക്കണം. നമുക്ക് ഗൈഡ് ചെയ്ത് തരാൻ സൈക്കോളജി ഒന്നും ഇല്ലല്ലോ അന്ന്. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചു. പിന്നെ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിലായി എങ്ങനെയാണ് പഠിക്കേണ്ടത്. പക്ഷെ നീറ്റ് ആയിട്ട് പോയിന്റ് ഒക്കെ ആകുമ്പോൾ എന്റെ ടീച്ചേഴ്സ് പറയും പേപ്പർ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് പേപ്പർ നോക്കാൻ പറ്റാറുണ്ട്. ഭയങ്കര വെട്ടുമൊക്കെയാണ് ഞാൻ പതുക്കെ വെട്ടത്തുള്ളൂ. ഇങ്ങനെ കിടികിടിന്ന് വെട്ടത്തൊന്നുമില്ല. തെറ്റ് വന്നാലും വളരെ വൃത്തിക്കേ വെട്ടത്തുള്ളൂ. എഴുതുമ്പോൾ എപ്പോഴും വൃത്തിക്ക് എഴുതാൻ വേണ്ടി നോക്കും. ഒത്തിരി വൃത്തികേടായിട്ട്. അപ്പം നോക്കുന്ന ടീച്ചേഴ്സിന് ഒരു ഇംപ്രഷൻ നമ്മളിൽ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കണ്ടന്റ് ഉണ്ടായിരിക്കും എന്തായാലും. നിങ്ങളിങ്ങനെ പോയിന്റ് ആക്കി എഴുതിയിട്ട് അതിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പം എനിക്ക് ആരൊരു ആൻസർ ഷീറ്റ് അയച്ചത് ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത്. അപ്പൊ നോക്കുമ്പോൾ കണ്ടന്റ്സ് കുറവാണ് അതിന്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നല്ലത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ആൻസർ കണ്ടില്ല. ഇലക്ട്രിക് സിനാപ്സ് എഴുതിയ സമയത്ത്, കെമിക്കൽ സിനാപ്സ് എഴുതിയ സമയത്തൊക്കെ ഞാൻ ആ 5 മാർക്കിനുള്ളത് എഴുതിയിട്ട് എനിക്ക് 4 മാർക്ക്. ഇവിടം തൊട്ടിട്ട് നോക്കിയ സിനാപ്സ് ഇവിടം തൊട്ടിട്ട് 5 മാർക്കിനാണ്. ഇത്രയും കണ്ടന്റ് എഴുതിയിട്ടും എനിക്ക് അതിന് 4 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. വിത്ത് പിക്ചർ വരച്ചിട്ടും 4 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. സോ അങ്ങനെയാണ്. അപ്പൊ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നേരെ മറിച്ച് നോക്കിക്കേ, ഗ്ലിയൽ സെൽസിനെ പറ്റി എഴുതാൻ പറഞ്ഞപ്പോ മൊത്തം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാം. അതുകൊണ്ട് അതിന് 5 മാർക്ക് മൊത്തത്തിൽ തന്നു. സെൻട്രൽ നർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് എഴുതിയപ്പോഴും എന്താണ് 4 മാർക്കാണ്, 4.5 മാർക്കാണ്. അപ്പൊ അത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് നമുക്ക് ഫുൾ മാർക്ക് തരിക. കണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാലോ? ഓക്കെ. അപ്പൊ 2021 ഫെബ്രുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇല്ലുസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഫങ്ഷൻസ്. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും, ഒന്നെങ്കിൽ ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും നിർബന്ധമായും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്കസ് ദ ടൈപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്രേനിയൽ നെർവ്സ്. ബ്രെയിനിൽ നിന്ന് എറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ്. അതിന്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട്, ഫങ്ഷനും ചോദിച്ചിട്ടുണ്ട്.
bring about the difference between left and right hemisphere. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്ക് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബിലുണ്ട്, ഞാൻ ടാഗ് ചെയ്തുതരാം. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇനി ഡിഫൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ദിയർ ഫംഗ്ഷൻ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, നമ്മൾ സാധാരണ ഒരു ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരത്തുള്ളൂ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ. കാരണം 9 ചാപ്റ്റർ, 10 ചാപ്റ്റർ, 12 ചാപ്റ്റർ, 16 ചാപ്റ്റർ ഒക്കെ. പക്ഷേ ബയോസൈക്കോളജിയുടെ കേസിൽ വെറും 6 ചാപ്റ്റർ ഉണ്ടായതിനെ കൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിന് തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഇനി ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. Explain the effect of split brain in humans. Discuss the major divisions of biopsychology. Again, first chapter ആണ്. First chapter I am expecting 2 to 3 questions. So first chapter അരിച്ച് പറക്കി പഠിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ടും ഞാൻ തന്നേക്കാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് 2021 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ളത്. ഇനി 2021 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി. കണ്ടോ, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ ന്യൂറോൺ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോ അത് ആ ഒരു കംപ്ലീറ്റ് വരക്കണം, അതാ ഒരു ബൈസെക്ഷൻ, ഗ്രാ മാറ്റർ, വൈറ്റ് മാറ്റർ അങ്ങനെയാണോ വരയ്ക്കേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഒരു എന്താ പറയാ, വലിയ ആർട്ടിസ്റ്റിക് ആയിട്ടൊന്നും വരയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാരും ആർട്ടിസ്റ്റുകളൊന്നും അല്ല, ജസ്റ്റ് അങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ചോദിക്കും ബിന. ഓക്കെ മാം, ഗ്രൂപ്പിൽ ഇടണേ. ഓക്കെ. അപ്പൊ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ന്യൂറോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ. ഞാൻ ആ സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ കാണിച്ചു തന്നായിരുന്നു, ഞാൻ വരച്ചിട്ടുള്ള. ഞങ്ങൾക്ക് വരാറുണ്ട് സ്ട്രക്ചർ ഫംഗ്ഷൻ. ഞാൻ വേണമെങ്കിൽ ഈ ഒരു നോട്ട് ഇടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ എഴുതണം എന്നുള്ള ഒരു സാധനം കിട്ടും. ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള സ്ട്രക്ചർ. ഇതിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മാർക്ക് ടീച്ചർ തന്നിട്ടുണ്ട്. 10ലാണ്, എന്നാലും 7 മാർക്ക് തന്നിട്ടുണ്ട്. വലിയ കണ്ടന്റ് ഉള്ളതിലാണ് കൊണ്ടുവന്നത്. കണ്ടന്റ് അത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഡിസ്കസ് ദ വേരിയസ് ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്. അഗെയിൻ ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെറിബ്രൽ കോർട്ടെക്സിന്റെ ലോബുകൾ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തേക്ക് കേട്ടോ. ബയോസൈക്കോളജി ആണ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം. ഓക്കെ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150. സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ്. സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. ഓക്കെ, അതാണ് വന്നിട്ടുള്ളത്. പിന്നെ വാട്ട് ഇസ് ഹോർമോൺ? ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹോർമോൺ എന്താണെന്നുള്ള ക്വസ്റ്റ്യനും ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു ഗ്ലാൻഡ്. കഴിഞ്ഞ തൈറോയ്ഡ് ആണെങ്കിൽ ഈ പ്രാവശ്യം പിറ്റ്യൂട്ടറി ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് വരുന്ന ഡിസോർഡറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എലിസിഡേറ്റ് അബ്ലേഷൻ ആൻഡ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡി ഓഫ് ബ്രെയിൻ. ഇതും ഫസ്റ്റ് ചാപ്റ്ററിലെ ആണ്. നമ്മൾ വളരെ വിശദമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ, അരിച്ച് പേർക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പാസ് ആവാനുള്ള മാർക്ക് കിട്ടും. ഇനി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സിനാപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. സിനാപ്സ് അത് എന്റെ ആൻസർ ഷീറ്റിലുണ്ട് കേട്ടോ. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ഇത്രയുമാണ് 2021 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഇനി 2022 ഡിസംബറിലെയാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്സ് ഓഫ് ബയോസൈക്കോളജി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എക്സ്പ്ലെയിൻ ദ പാർട്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് 4 ബ്രെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. എക്സ്പ്ലെയിൻ മയേഴ്സ് ആൻഡ് സ്പെറീസ് എക്സ്പെരിമെന്റ് ഓൺ സ്പ്ലിറ്റ് ബ്രെയിൻ. സ്പ്ലിറ്റ് ബ്രെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ആരൊക്കെയോ ജോയിൻ ആവുന്നുണ്ട്. illustrate the structure of neuron and explain its function. കേട്ടോ, ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ബ്രെയിനിൽ അറൈസ് ചെയ്യുന്ന നെർവ്സിനെയാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡിൽ അറൈസ് ചെയ്യുന്ന നെർവ്സിനെയാണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ന്യൂറൽ കണ്ടക്ഷനും സിനാപ്റ്റിക് ട്രാൻസ്മിഷനും. ഇനി ഡിസംബർ
സെയിം ആണല്ലോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സായി പോയിട്ടുണ്ട്. രണ്ടും ഒന്നായി പോയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ, 2023 ജൂണിലെ ആണ് കേട്ടോ. നോക്കിയേ, ഡിസ്കസ് ദ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇൻ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. ഫസ്റ്റ് ചാപ്റ്റർ ആണ്, വിശദമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോബ്സ്. ലോബ്സ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. ഡിസ്കസ് ദ മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ 200 വേർഡ്സ്. ന്യൂറൽ കണ്ടക്ഷനും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ആണ്. Illustrate the structure of a synapse and explain the steps of synaptic transmission. Explain the function of sympathetic and parasympathetic division. Sympathetic ന് 5 മാർക്ക്, parasympathetic ന് വീണ്ടും 5 മാർക്ക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇവിടെ അഡ്രിനൽ ആയി, പിറ്റ്യൂട്ടറി ചോദിച്ചു, തൈറോയ്ഡ് ചോദിച്ചു, അഡ്രിനൽ. ഡിസ്കസ് ദ മേജർ ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി തൊട്ടടുത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഏത്, 2023 ഡിസംബറിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നോക്കിക്കേ, എക്സ്പ്ലെയിൻ ദ ന്യൂറോ ഇമേജിംഗ് മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി. എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ന്യൂറോപ്ലാസ്റ്റിക് റെസ്പോൺസ് ഇൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഫോർ ബ്രെയിൻ ചോദിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി റൈറ്റ് ദ ഷോർട്ട് നോട്ടില് ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. എന്റെ ആൻസർ ഷീറ്റിലുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇനി ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഹൗ ഡസ് സെർവിക് കോർപ്പസ് കോളസം ഇമ്പാക്ട് ബിഹേവിയർ. എന്താണ് കോർപ്പസ് കോളസം എന്ന് ആദ്യം പറഞ്ഞുതരാം. നമുക്കറിയാലോ, നമുക്ക് 2 ഹെമിസ്ഫിയർ ആണ് ഉള്ളത്, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും. രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ 2 ഹെമിസ്ഫിയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ 2 കൈ അളക്കുമ്പോൾ 2 ഹെമിസ്ഫിയറുകൾ കോർഡിനേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ റൈറ്റ് സൈഡിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഹെമിസ്ഫിയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫൈബേഴ്സ്, ന്യൂറൽ ഫൈബേഴ്സിനെയാണ് കോർപ്പസ് കോളസം എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പസ് കോളസം എങ്ങനെയാണ് ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. കണ്ടോ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഡിഫൈൻ ഹെമിസ്ഫിയറിക് ലാറ്ററലൈസേഷൻ. ഡിസ്കസ് ദ മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് എന്നുള്ളതൊക്കെ ഓക്കെ ആണോ? പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ സൈക്കോസ്റ്റയിലെ കുട്ടികള് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി എപ്പോഴോ എടുത്ത് കഴിഞ്ഞാട്ടോ. ബയോസൈക്കോളജി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറി വേർഡ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ മാക്സിമം നന്നായിട്ട് പഠിക്കാട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ബയോസൈക്കോളജി എന്താന്നൊരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ് നമ്മുടെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഡിവിഷൻസ്, നേച്ചർ ആൻഡ് സ്കോപ്പ് എഴുതുന്ന സമയത്ത് ഡിവിഷൻസും എഴുതണേ. ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും ഫ്രീ ക്ലാസ് ആയിട്ട് എല്ലാവരോടും കൂടി പറയാണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് എഴുതുമ്പോൾ നേച്ചർ ആണ് ഇത്, സ്കോപ്പ് എന്ന് പറയുന്നതാണ് ഡിവിഷൻ, സ്കോപ്പാണ് ഡിവിഷൻസ്. അപ്പൊ ബയോസൈക്കോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് എഴുതുമ്പോൾ ഡിവിഷനും കൂടി ഉൾപ്പെടുത്തുക. ഫുൾ വാരി വലിച്ച് എഴുതണ്ട, എന്നാലും എഴുതണം. പിന്നെ മെത്തേഡ്സ് ടു സ്റ്റഡി ഇൻ ബയോസൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ്. അബ്ലേഷൻ മെത്തേഡ് വരുന്നുണ്ട്. ന്യൂറൽ ട്രാൻസ്മിഷൻ സിമ്പിൾ ആയിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ അത് വല്ലാണ്ട് എടുത്തിട്ടില്ല, കാരണം ഞാൻ സ്കിപ്പ് ചെയ്തോളാൻ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, എന്നാലും ഒരു 5 മാർക്കിലേക്ക് വന്നാൽ അത്യാവശ്യം എഴുതാനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അബ്ലേഷൻ മെത്തേഡ്, ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്, സൈക്കോളജിക്കൽ റെക്കോർഡിംഗ് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ 3 മെത്തേഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ മെത്തേഡ്, കെമിക്കൽ സ്റ്റിമുലേഷൻ മെത്തേഡ്, ഒത്തിരി മെത്തേഡ്സ് വരുന്നുണ്ട് കേട്ടോ. ബയോസൈക്കോളജിയിൽ ബ്രെയിനിൽ പഠിക്കുന്ന മെത്തേഡ്സ് ആണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, വിശദമായിട്ട് ഞാൻ ക്ലാസ് എടുത്തതാണ്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ടാഗ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ യൂണിറ്റ് 2 നെർവസ് ആൻഡ് നെർവ് ഇമ്പൾസ് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ന്യൂറോണും അതിന്റെ സ്ട്രക്ചേഴ്സും ആണ് ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ന്യൂറോൺ എന്താണ്, ഇപ്പൊ ന്യൂറോണിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ് എന്നൊക്കെ. അപ്പൊ ഒരു നെർവ് സെല്ലിനെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. നെർവ് സെല്ല്, അതായത് നമ്മളെ ബോഡിയിൽ ഒത്തിരി സെല്ലുകൾ ഉണ്ട്. അതിൽ
നെർവ് സിസ്റ്റത്തിലെ സെല്ല്, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും പെരിഫറൽ നെർവസ് സിസ്റ്റവും അടങ്ങിയ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സെല്ലിനെയാണ് നമ്മൾ നെർവ് അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ന്യൂറോണിന്റെ കൂട്ടമാണ് എന്ത്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദ സെൽസ് ഓഫ് ദി ന്യൂറോൺ സിസ്റ്റം ദാറ്റ് റിസീവ് ആൻഡ് സെൻഡ് എ മെസ്സേജ് വിത്തിൻ ദാറ്റ് സിസ്റ്റം ആർ നോൺ ആസ് ന്യൂറോൺ. കേട്ടോ, നെർവസ് സിസ്റ്റത്തിലെ സെല്ലുകൾ അത് മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളൊരു പിന്ന് കയ്യിൽ കുത്തി, അപ്പം നെർവസ് സിസ്റ്റം എഫ്രോൺ എന്ത് കൊണ്ടുപോകും? അങ്ങോട്ട് കൊണ്ടുപോകും. ആ പിന്ന് കുത്തിയിട്ടുണ്ട്, അപ്പൊ ബ്രെയിൻ തിരിച്ചറിയും എഫ്രോൺ എന്താ ഇങ്ങോട്ട് കൊണ്ടുപോയി കൈ വലിച്ചേക്കും. അപ്പൊ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ, ഇലക്ട്രിക്കൽ സിമ്പിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ സഹായിക്കുന്ന നെർവസ് സിസ്റ്റത്തിലെ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺ. ന്യൂറോൺ റിസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. കേട്ടോ, അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബ്രെയിനിൽ നിന്ന് എന്ത്? മെസ്സേജുകൾ. ഇതാണ് ന്യൂറോണിന്റെ പണി. ദ ന്യൂറോൺ ഇസ് ദ ബേസിക് സെൽ ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് സെല്ലാണ് ന്യൂറോൺ എന്ന് പറയുന്നത്, ഒരു സെൽ. The electrical signal that the neuron conduct is known as nerve impulse. അല്ല, മെസ്സേജുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മെസ്സേജ് നെർവ് സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്യുന്ന മെസ്സേജിന് പറയുന്ന പേരാണെന്ത്? nervous impulse. nerve impulse. Seen in every varying size and shape, having varied function to perform, the neuron structure is related to its function. അതായത് ന്യൂറോണിന് പല സൈസും പല ഫംഗ്ഷനും പല എന്താ പറയാ രൂപമാണ്. അതായത് അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അതിന്റെ വലുപ്പവും നീളവും സ്ട്രക്ചറും ഒക്കെ ഇരിക്കുന്നത്. A typical neuron has the soma അല്ലെങ്കിൽ സെൽ ബോഡി. ഒരു ടിപ്പിക്കൽ ന്യൂറോണിന്റെ പാർട്സ് ആണ് സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി. സോമ എന്നും പറയും, സെൽ ബോഡി എന്നും പറയും. അതുപോലെ ഇതാണ് ആക്സോൺ. അതുപോലെ തന്നെ ഡെൻഡ്രോൺ ആണ് ഇത്. ഡെൻഡ്രോൺ, ഈ വള്ളികളാണ് ഡെൻഡ്രോൺ. പിന്നെ ടെർമിനൽ ബട്ടൺ ഉണ്ട്, ഓരോന്നിന്റെ ഇവിടെയും ടെർമിനൽ ബട്ടൺ കാണും. അതാണ് ടെർമിനൽ ബട്ടൺ എന്ന്. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺ എന്ന്. ന്യൂറോണിന്റെ പണി ബ്രെയിനിലേക്ക് മെസ്സേജ് റിസീവ് ആക്കുക, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവിടെ നെർവിൽ കൂടെ പോകുന്ന മെസ്സേജിനെ വിളിക്കുന്ന പേര് നെർവ് ഇമ്പൾസ് എന്നാണ്. ന്യൂറോണിന്റെ സൈസും അതുപോലെ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ മാറി മാറിയിരിക്കും. ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ സ്ട്രക്ചറും ഷേപ്പും സൈസും ഒക്കെ ഇരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ന്യൂറോൺ ഒരു സോമ ഉണ്ടാവും, അതായത് സെൽ ബോഡി ഉണ്ടാവും, ആക്സോൺ ഉണ്ടാവും, ഡെൻഡ്രോൺ ഉണ്ടാവും, അതുപോലെ തന്നെ ടെർമിനൽ ബട്ടണും ഉണ്ടാവും. ഓക്കെ ആണോ? സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ചോദിച്ചാൽ ഈ പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് എഴുതണം, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ആണോ? വെരി ഗുഡ്. എല്ലാരും ഒന്ന് പറയണേ ഓക്കെ ആണോ എന്നുള്ളത്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ചോദിച്ചാൽ സെൽ ബോഡി എഴുതണം, പ്ലാസ്മ മെംബ്രെയിൻ എഴുതണം, ഡെൻഡ്രൈറ്റ് എഴുതണം, ആക്സോൺ എഴുതണം, പിന്നെ ഇത്രയുമാണ് എഴുതേണ്ടത്. പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജസ്റ്റ് മെൻഷൻ ചെയ്തതും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് എഴുതുന്നതും കൊള്ളാമായിരിക്കും കേട്ടോ. ഇത്രയുമാണ് സെൽ ബോഡിയുടെ. അതായത് 10 മാർക്കിന് ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ചോദിച്ചാൽ ഈ പറഞ്ഞ എല്ലാ എന്തും എഴുതണം, പോയിന്റ്സും എഴുതണം. ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ പാർട്സ് എഴുതാം. ഓക്കെ, പാർട്സിൽ ഫസ്റ്റ് വൺ ആണ് സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി. ഇപ്പൊ ഞാൻ വരച്ച പിക്ചർ കാണിച്ചത് ഇതാണ് സെൽ ബോഡി. അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, നിസൽ ബോഡീസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ എങ്ങനെയാട്ടോ വരയ്ക്കാം, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സെൽ ബോഡിയിൽ ഉള്ളത്. ഓക്കെ അല്ലോ നമുക്ക്. സെൽ ബോഡി ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ന്യൂറോൺ. ഒരു ന്യൂറോണിന്റെ ഏറ്റവും വലിയ പാർട്ടാണ് ഇത് സെൽ ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നമ്പർ ഓഫ് ഓർഗനലൈസ് ഫ്ലോട്ടിംഗ് ഇൻ സൈറ്റോപ്ലാസം. ഈ സെൽ ബോഡിയിൽ ഫുള്ള് സൈറ്റോപ്ലാസം ആണ് ഉള്ളത്. ഈ സൈറ്റോപ്ലാസത്തിനടുത്ത് ഒരുപാട് എന്തുണ്ട്, ഓർഗനലൈസ് ഉണ്ട് കേട്ടോ. സൈറ്റോപ്ലാസത്തിനകത്ത് എന്തുണ്ട്, ഒരുപാട് ഓർഗനലൈസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കാണ്, അതിന് ഒഴുകി കിടക്കാണ്. ഏതൊക്കെ സെൽ ബോഡീസ് ആണ്? മൈറ്റോകോൺട്രിയ വരുന്നുണ്ട്, ഗോൾഗി ബോഡി വരുന്നുണ്ട്, നിസൽ ബോഡി വരുന്നുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ RER എന്ന് പറയും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. ഇതൊക്കെയാണ് എന്തില്, നമ്മുടെ സെൽ ബോഡിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സെൽ ഓർഗനലൈസ്. ഇറ്റ് ഇസ് ദ മെറ്റബോളിക് സെന്റർ ഓഫ് ന്യൂറോൺ ആൻഡ് ഇസ് ഓൾസോ കോൾഡ് സോമ. അതായത് സെല്ലിന്റെ ഈ ന്യൂറോണിന്റെ എല്ലാവിധ മെറ്റബോളിക് ആക്ഷൻസും നടക്കുന്നത് ഈ സെൽ ബോഡിയിൽ വെച്ചിട്ടാണ്. സെൽ ബോഡിയുടെ മറ്റൊരു പേരാണ് എന്ത്, സോമ എന്ന് പറയുന്നത്. സോമ എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ് അർത്ഥം. There is a nucleus in the center. സെന്ററിൽ ഒരു ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ സെൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ന്യൂറോൺ ആണ്.
നമ്പേഴ്സ് ഓഫ് ഓർഗനൈസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് സൈറ്റോപ്ലാസത്തിൽ. ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, നിസൽ ബോഡി ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ ഉണ്ട്. സെന്ററിൽ ആരിരിപ്പുണ്ട്? ന്യൂറോൺ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സെൽ ബോഡിന്റെ മറ്റൊരു പേരാണ് സോമ. അതുപോലെ തന്നെ സെന്ററിൽ ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ ആണോ? ലബീബ ചോദിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നോ, ഇത് സൈക്കോസ്റ്റഡിയുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നോട്ടാണ്. അവർക്ക് നമ്മൾ പ്രിന്റ് ആയിട്ടും ആപ്പിലും ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട്, നിങ്ങൾക്ക് ഈ നോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് വെച്ചുണ്ടാക്കിയ നോട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പോയിന്റ് ടു പോയിന്റ് ആയിട്ട്. ഇതാണ് സൈക്കോസ്റ്റഡിയുടെ പ്രത്യേകത കേട്ടോ. അപ്പോ നിങ്ങൾ നെക്സ്റ്റ് ഇയർ മുതലെങ്കിലും സൈക്കോസ്റ്റഡിനെ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി BAPSC എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് സൈക്കോസ്റ്റഡി സജസ്റ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? സെൽ ബോഡി ഓക്കെ ആണോ? ഓക്കെ ആണോ സെൽ ബോഡി? ഓക്കെ. ഇനി നമ്മൾ സാധാ സെല്ലിൽ സെൽ മെംബ്രെയിൻ ഇല്ലേ? അറിയത്തില്ലേ സെൽ മെംബ്രെയിൻ? സാധാ സെല്ലിൽ സെൽ മെംബ്രെയിൻ ഉള്ളത് അറിയില്ലേ? അതുപോലെ ന്യൂറോണും ഈ സോമയ്ക്ക് ഒരു മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ സെല്ലിന് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിന് പറയുന്ന പേര് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് കേട്ടോ. ഇറ്റ് ഇസ് എ ഡബിൾ ലെയർ ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ആണ്. സെമി പെർമിയബിൾ ആണ്. അതായത് ആവശ്യമുള്ളതിനെ കടത്തിവിടും, ആവശ്യമില്ലാത്തതിനെ കടത്തിവിടില്ല. അതാണ് സെമി പെർമിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ലെയർ ആണ്. ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഡബിൾ ലെയർ മെംബ്രെയിൻ കൊണ്ടാണ് നമ്മുടെ ന്യൂറോണിനെ കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് സബ്സ്റ്റൻസിന്റെ, അതായത് സെല്ലിനുള്ളിലേക്ക് കടത്തിവിടുന്നത് കടത്തിവിടും, കടത്തിവിടാൻ പാടില്ലാത്തതിന് കടത്തിവിടൂല. അതാണ് കൺട്രോൾ ചെയ്യുന്നുണ്ട് സെല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനങ്ങളുടെ മൂവ്മെന്റ്സ്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസുകളുടെ പിന്നെ മൂവ്മെന്റിലും ആര് ഇൻവോൾവ് ആണ്? പ്ലാസ്മ മെംബ്രെയിൻ ഇൻവോൾവ് ആണ്. പ്രൊവൈഡ് സൈറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഒക്കർ ഡ്യൂറിംഗ് നെർവ് ഇമ്പൾസ്. കേട്ടോ, നെർവ് ഇമ്പൾസിന്റെ സമയത്തുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു സൈറ്റ്, സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലാസ്മ മെംബ്രെയിനിലൂടെയാണ് ഈ ആക്ടിവിറ്റി ഒക്കെ നടന്നു പോകുന്നത്. ആൻഡ് ഫോർ സിനാപ്റ്റിക് ആക്ടിവിറ്റി ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസിങ്ങും സിനാപ്സിനൊക്കെ ഒരു വേദി ഒരുക്കുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ആര്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളാൽ നിർമ്മിക്കപ്പെട്ട ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. സെമി പെർമിയബിൾ ആണ്. അതായത് സബ്സ്റ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെർവ് ഇമ്പൾസിന്റെ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. അതായത് സിനാപ്സിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലും എന്താകുന്നുണ്ട്? ഒരു ഭാഗമാവുന്നത്, അല്ലെങ്കിൽ അതിനൊരു വേദി ഒരുക്കി കൊടുക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്. അപ്പൊ ഇനി ഡെൻഡ്രൈറ്റ് ആട്ടോ. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ വാലുകളില്ലേ, ഇതിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വാലുകളില്ലേ, ഈ തൂക്കിക്കിടക്കുന്ന വാലുകൾ, അതായത് ഈ വാലുകളില്ലേ, ഇതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് കേട്ടോ ഇവിടെ എത്തിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. അപ്പൊ ഡെൻഡ്രൈറ്റ് എന്താണെന്നുള്ളത് നോക്കാം. The dendrite tips have sensory receptor that receives stimuli from other neuron. കേട്ടോ, റിസപ്റ്റർ ഉണ്ട്, സെൻസറി റിസപ്റ്റർ ഉണ്ട്. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് സ്വീകരിക്കാനുള്ള റിസപ്റ്ററുകൾ ഇരിക്കുന്നത് ഡെൻഡ്രോണിലാണ്, ഡെൻഡ്രൈറ്റ്സിലാണ് കേട്ടോ. സ്റ്റാർട്ട് ദ പ്രോസസ് ഓഫ് nerve impulse by sending these impulse to cell body. കേട്ടോ, ഒരു സെല്ലിലേക്ക് പാസ് ചെയ്യുന്നതിന് വേറൊരു സെല്ലിൽ നിന്ന് വേറൊരു ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ച് അത് സോമയിലെത്തി, ആക്സോണിലെത്തി, ആക്സോൺ ടെർമിനൽ ബട്ടൺ എടുത്തിട്ടാണ് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ആ യാത്രയുടെ തുടക്കം ഡെൻഡ്രൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മെയിൻ? എന്താണ് ഈ റിസപ്റ്റേഴ്സ് ഉണ്ട്. അടുത്ത ന്യൂറോണിൽ നിന്ന് മെസ്സേജ് സ്വീകരിക്കാനുള്ള റിസപ്റ്റേഴ്സ് കിടക്കുന്നത് ഡെൻഡ്രോൺ. ഇനി ആക്സോൺ ഉണ്ട്. ഈ വള്ളിയില്ലേ, ഈ വള്ളിക്കാണ് ആക്സോൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ വള്ളിക്കാണ് ആക്സോൺ എന്ന് പറയുന്നത് കേട്ടോ. The larger diameter includes faster action potential including in neural conduction. ഇവിടെ പോയിന്റ്സ് കുറവാണെങ്കിൽ ഞാൻ ആക്സോൺ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ആക്സോൺ എനിക്ക് ചെറിയ പോയിന്റ്സ് കുറവ് പോലെ തോന്നി, ഇപ്പൊ ഞാൻ ആക്സോൺ ഇവിടെ നന്നായിട്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആക്സോൺ ഇസ് എ ലോങ് പ്രോസസ് ഓഫ് ദ ന്യൂറോൺ. ന്യൂറോണിന്റെ ലോങ്ങർ പ്രോസസർ, അതുപോലെ നീളമുള്ള പ്രോസസ്സർ ആണ് ആര്? ആക്സോൺ എന്ന് പറയുന്നത്.
there will only one axon for each neuron. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കാം കേട്ടോ. ഒരു ആക്സോണെ ഒരു ന്യൂറോണിന് ഉണ്ടാവത്തുള്ളൂ. The size of the longest axon is 1 meter. 1 മീറ്റർ നീളമുള്ള ആക്സോൺ വരെ ഉണ്ട്. ആക്സോൺ ഹെറൈസ് ഫ്രം ആക്സോൺ ഹില്ലോക്ക്. കണ്ടോ, ഇവിടെ ഞാൻ പിക്ചറിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ആക്സോണിന്റെ തുടക്കം എന്ന് പറയുന്നത്. അയ്യോ പോയോ, ഒരു മിനിറ്റ്, എവിടെ പോയി? Axon hillock. Axon has cytoplasm known as axoplasm. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആക്സോണിന്റെ അകത്തെ സൈറ്റോപ്ലാസത്തിന് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ആക്സോണിന്റെ അകത്തുള്ള സൈറ്റോപ്ലാസത്തിന്റെ പേര് ആക്സോപ്ലാസം എന്നാണ്. ആക്സോപ്ലാസം is covered by a membrane known as axolemma. ഇനി ആക്സോപ്ലാസത്തിന് പ്ലാസ്മ മെംബ്രെയിൻ അല്ല കവർ ചെയ്തിരിക്കുന്നത്, ആക്സോലെമ്മ എന്നുള്ള മെംബ്രെയിൻ ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്നും വേണമെന്ന് കേട്ടോ. ഇനി നോക്കിക്കേ ഈ ഒരു പോയിന്റ്. Axon does not consist of ribosome and missile granules, so the synthesis protein is transferred to axon by soma by axonal flow. കണ്ടോ, ആക്സോണിന്റെ അകത്ത് റൈബോസോം ഉണ്ടാവില്ല, മിസൽ ഗ്രാനുൾസും ഉണ്ടാവില്ല. പക്ഷെ ആക്സോൺ എന്ത് വേണം? സിന്തസൈസ്ഡ് പ്രോട്ടീൻ ആവശ്യമാണ്. പക്ഷെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരാണ്? റൈബോസോം അതുപോലെ തന്നെ മിസൽ ബോഡീസും കൂടി ചേർന്നിട്ടാണ് സെല്ലിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ടാക്കുന്ന പ്രോട്ടീൻ. പക്ഷെ ആക്സോണിൽ ഈ പറഞ്ഞ രണ്ടാളും ഇല്ല. അപ്പൊ ആര് ചെയ്യും? സോമയിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും, എന്നിട്ട് ആക്സോണൽ ഫ്ലോ എന്നൊരു ആക്ഷനിലൂടെ ആക്സോണിലേക്ക് എന്തെത്തിക്കും? നമ്മുടെ ഈ പ്രോട്ടീനെ എത്തിക്കും. പക്ഷെ ആക്സോണിന്റെ അകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, ആക്സോൺ വെസിക്കിൾസും ഉണ്ട്. അപ്പൊ ആക്സോൺ എന്ന് പറയുന്നത് ന്യൂറോണിന്റെ ലോങ്സ്റ്റ് പ്രോസസർ ആണ്. ഒരു ആക്സോണില് ഒരു ന്യൂറോണിന് ഒരു ആക്സോണെ ഉണ്ടാവത്തുള്ളൂ. ലാർജസ്റ്റ് ആക്സോൺ 1 മീറ്റർ വരെ നീളമുള്ളതാണ്. ആക്സോണൽ ഹില്ലോക്കിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. ആക്സോണിന്റെ അകത്തുള്ള സൈറ്റോപ്ലാസത്തിന് ആക്സോപ്ലാസം എന്നും അതുപോലെ തന്നെ ഈ ആക്സോപ്ലാസത്തിന് കവർ ചെയ്യുന്ന മെംബ്രെയിനെ ആക്സോലെമ്മ എന്നുമാണ് വിളിക്കുന്നത്. പിന്നെ ആക്സോണിന്റെ അകത്ത് റൈബോസോം ഇല്ല, നിസൽ ഗ്രാനുൾസ് ഒന്നുമില്ല. സോ പ്രോട്ടീൻ എവിടുന്നാ വരുന്നത്? സോമ ഉണ്ടാക്കിയിട്ട് ആക്സോണൽ ഫ്ലോയിലൂടെ ആക്സോണിൽ എത്തിക്കുന്നതാണ്. പക്ഷെ ആക്സോണിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്, ആക്സോൺ വെസിക്കിൾസും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. Brief chemical or electrical message that begin from cell body travel down the axon and terminal buttons. കണ്ടോ, ഒരു മെസ്സേജ് ഒരു സെല്ലിലൂടെ പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് വേറെ ആർക്കെങ്കിലും സൗണ്ട് ഇല്ലാത്തതുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗണ്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നോക്കിക്കേ, ബ്രീഫ് കെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ മെസ്സേജ്. ഒരു സെല്ല് ന്യൂറോണിന്റെ ഉള്ളിൽ നടക്കുന്ന ആ പാസേജിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സെൽ ബോഡിയിലൂടെ ആക്സോണിലേക്ക് എത്തിയിട്ട് ടെർമിനൽ ബട്ടണിൽ പോയി അവസാനിക്കുന്ന ഒരൊറ്റ ഒരു മെസ്സേജ് പാസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് ബ്രീഫ് കെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ മെസ്സേജ്, ഒരു സെല്ലിന്റെ ഉള്ളിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഒരു മെസ്സേജ് പാസിംഗ്, അതാണ് എന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് കാണിച്ചു തരാവേ. ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നു, എന്നിട്ട് ഈ ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ വരെ എത്തി ടെർമിനൽ ബട്ടണിൽ വരെ എത്തുന്നില്ലേ ആ മെസ്സേജ്? ആ ഒരു പാസേജിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. അപ്പൊ നിങ്ങള് ന്യൂറോണിന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ എന്താണെന്ന് എഴുതാം, വിശദമായിട്ട് എഴുതാം. പിന്നെ പാർട്സ്, സെൽ ബോഡി എഴുതാം, പ്ലാസ്മ മെംബ്രെയിൻ എഴുതാം, ഡെൻഡ്രൈറ്റ് എഴുതാം, ആക്സോൺ എഴുതാം, ആക്ഷൻ പൊട്ടൻഷ്യൽ എഴുതാം. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പാർട്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നിസൽ ബോഡി എന്താണ്, മൈറ്റോകോൺട്രിയ എന്താണ്, ഗോൾഗി അപ്പാരറ്റസ് എന്താണ്, ജസ്റ്റ് പറഞ്ഞുതരാം. ഇനി അഥവാ പോയിന്റ്സ് കൂട്ടി എഴുതണമെങ്കിൽ എഴുതാല്ലേ, 10 മാർക്കിനല്ലേ വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്
ന്യൂക്ലിയസിനെ പറ്റി പറയാം കേട്ടോ. ഈച്ച് ന്യൂറോൺ കൺസിസ്റ്റ് ഓഫ് 1 ന്യൂക്ലിയസ്. ഓരോ ന്യൂറോണിലും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈച്ച് ന്യൂറോൺ ഹാവ് 1 or 2 prominent ന്യൂക്ലിയസ് കേട്ടോ. അതായത് ഇതല്ല കേട്ടോ, ഈച്ച് ന്യൂറോൺ ഹാവ് 1 or 2 prominent ന്യൂക്ലിയസ് ആട്ടോ കറക്റ്റ് പോയിന്റ്. ഓരോ ന്യൂറോണിലും ഒന്നിലധികം prominent ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് ക്രോമസോം. അതിനകത്ത് ക്രോമസോം ഉണ്ടാവില്ല. സോ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇട്ടത്. അതായത് ഓരോ ന്യൂക്ലിയസിനുള്ളിലും ഒന്നിലധികം prominent ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ടാവില്ല. അത് വ്യക്തമായിട്ട് എഴുതണം, ക്രോമസോം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് മൾട്ടിപ്ലൈ ആവില്ല, മുറിഞ്ഞ് 2 ആവും 3 ആവും ഒന്നുമില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് എഴുതാൻ ഒരു ന്യൂക്ലിയസിനും ക്രോമസോം ഉണ്ടാവില്ല. സോ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത നിസൽ ബോഡി, ഓൾസോ നോൺ ആസ് നിസൽ ഗ്രാന്യൂൾസ് എന്നും നിസൽ ബോഡീനെ വിളിക്കാറുണ്ട്. It is found only in soma and dendrite but not in the axon. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു നിസൽ ബോഡീസ് ഡെൻഡ്രോണിലും ഉണ്ട്, സോമയിലും ഉണ്ട്, ആക്സോണില് ഇല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൈബോസോം ആൻഡ് സിന്തസിസ് പ്രോട്ടീൻ. കേട്ടോ, നിസൽ ബോഡീസിനുള്ളിലാണ് റൈബോസോം ഇരിക്കുന്നത്. റൈബോസോമിന്റെ പണി പ്രോട്ടീന് സിന്തസൈസ് ചെയ്യുക, പിന്നെ നമ്മുടെ ന്യൂറോണിന് വേണ്ട പ്രോട്ടീന് സിന്തസൈസ് ചെയ്യുക എന്നുള്ള പണിയാണ് നമ്മുടെ നിസൽ ബോഡിയുടെ അകത്തിരിക്കുന്ന റൈബോസോമിന് ഉള്ളത്. ആക്സോണില് നിസൽ ബോഡിയും ഇല്ല, റൈബോസോമും ഇല്ലാത്തതിനെ കൊണ്ട് ആക്സോണിന് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിയില്ല. ആക്സോണിന് വേണ്ട പ്രോട്ടീൻ ആരാ കൊടുക്കുന്നത്? നമ്മുടെ സോമയിന്ന് ആക്സോണൽ ഫ്ലോ വഴി കൊടുക്കാണ്. This synthesized protein is transmitted from soma to axon by axonal flow. അപ്പൊ നിസൽ ബോഡി എന്താണ്? നിസൽ ഗ്രാന്യൂൾസ് എന്നുള്ള പേരുണ്ട്. സോമയിലും ഡെൻഡ്രൈറ്റിലും കാണപ്പെടുന്നുണ്ട്, ആക്സോണിലില്ല. ഈ നിസൽ ബോഡിന്റെ അകത്തിരിക്കുന്ന റൈബോസോമാണ് നമ്മുടെ പ്രോട്ടീന് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ സെല്ലിന് വേണ്ടതും ഡെൻഡ്രൈറ്റും തന്നെ ഉണ്ടാക്കും. ആക്സോണിന് പാവം നിസൽ ബോഡിയും റൈബോസോമും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് ആക്സോണൽ ഫ്ലോ വഴി അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ന്യൂറോൺ ആണ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ആണ്. അതുപോലെ ATP പ്രൊഡക്ഷനും മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഇനി ഗോൾഗി അപ്പാരറ്റസ്, പാക്കിംഗ് ഓഫ് പ്രോട്ടീൻ ടു ഗ്രാന്യൂൾസ്. കണ്ടോ, പ്രോട്ടീൻസിനെ പാക്ക് ചെയ്ത് ഗ്രാന്യൂൾസ് ആക്കുന്ന പരിപാടി. അതായത് റൈബോസോം ഉണ്ടാക്കുന്ന പ്രോട്ടീന് ഒരു ഗ്രാന്യൂൾസ് ആക്കി പാക്ക് ചെയ്യുന്നത് ഗോൾഗി അപ്പാരറ്റസ്. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഈ ഡെൻഡ്രൈറ്റിനെ പറ്റിയിട്ട് നമ്മളതിൽ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, ഞാൻ 1-2 പോയിന്റ്സും കൂടി പറഞ്ഞുതരാം. ഡെൻഡ്രൈറ്റ് ഇസ് ദ ബ്രാഞ്ച്ഡ് പ്രോസസ് ഓഫ് ന്യൂറോൺ. കണ്ടോ, ആക്സോൺ ലോങ് പ്രോസസ് ആണെങ്കിൽ ബ്രാഞ്ച് ആയി കിടക്കുന്ന പ്രോസസ് ആണ് ആര്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഫൗണ്ട്. ഡെൻഡ്രൈറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ചിലതിന് ഡെൻഡ്രൈറ്റ് ഇല്ലാത്ത ന്യൂറോണുകളും ഉണ്ട്. ഇറ്റ് വിൽ ബി 1 or many number. ഒറ്റ ഡെൻഡ്രൈറ്റോ അല്ലെങ്കിൽ ഒത്തിരി ഡെൻഡ്രൈറ്റുകളോ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഷോർട്ടർ ദാൻ ആക്സോൺ. ആക്സോണിന്റെ കാര്യം ചെറുതായിരിക്കും. It consists of nasal bodies, neurofibers, etc. Second chapter. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ സെൽ ബോഡിയുടെ പാർട്സ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്താക്കുക, ഇൻട്രഡക്ഷൻ വൃത്തിക്ക് എഴുതാം. പിന്നെ സെൽ ബോഡി എന്ന് കൊടുത്തിട്ട് സെൽ ബോഡിയുടെ അകത്താട്ടോ മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസും നിസൽ ബോഡീസും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ എഴുതാം. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ എഴുതാം, ഡെൻഡ്രൈറ്റ് എഴുതാം, ആക്സോൺ എഴുതാം, മതി. എന്നിട്ട് പിക്ചർ വരച്ചിട്ടാൽ 10 മാർക്ക് ഷുവർ ആണ്. ഓക്കെ ആണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഡിസ്കസ് ചെയ്യാനുള്ള നേരം എനിക്കില്ല. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളതിനെ കൊണ്ടാട്ടോ. സിനാപ്സ് എന്താന്ന് ജസ്റ്റ് പറഞ്ഞുതരാട്ടോ. കാരണം എല്ലാത്തിലും സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനും ഫംഗ്ഷനും ചോദിച്ചാൽ സിനാപ്സ് എന്താന്ന് എഴുതണം കേട്ടോ. സിനാപ്സ് വൃത്തിക്ക് നമ്മുടെ കുട്ടികളോട് പറയുന്നത് അടിപൊളിയായിട്ട് എടുത്താണ് വൃത്തിക്ക് പഠിക്കണം കേട്ടോ സിനാപ്സ്. അപ്പൊ എപ്പോഴും ഇതിപ്പോ ഒരു ന്യൂറോൺ ആണ്, ഇത് അടുത്ത ന്യൂറോൺ ആണെന്ന് വിചാരിക്കാം. നല്ല കലാകാരി അതിനെ കൊണ്ട് വളരെ വൃത്തിക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പം ഒരു ന്യൂറോണിലേക്ക് മെസ്സേജ് എത്തി, അത് സോമയിലൂടെ പാസ് ചെയ്ത് ആക്സോണിലൂടെ വന്ന് ആക്സോൺ ബട്ടൺ ടെർമിനൽ ബട്ടണിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 ന്യൂറോൺസ് അടുത്തടുത്തല്ല നിൽക്കുന്നത്, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് എന്ന് ഈ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പോണല്ലോ, പക്ഷെ
തൊട്ടടുത്തല്ലാത്തിനെ കൊണ്ട് അങ്ങനെ പോവില്ല. അപ്പൊ ഈ ടെർമിനൽ ബട്ടന്റെ അകത്ത് എന്തിരിപ്പുണ്ട്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ മെസ്സേജ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പുറപ്പെടും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ മെസ്സേജിനെ അടുത്ത ന്യൂറോണിലേക്ക് എത്തിക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. പറഞ്ഞത് The information passes from one neuron to other through the synapse. കണ്ടോ, സിനാപ്സിലൂടെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. മുട്ടിയല്ലേ ഇരിക്കുന്നത്, ഇച്ചിരി വിടവുണ്ട്. മുട്ടി ഇരിക്കുന്നത് കൊണ്ടിട്ട് മുട്ടിയിരിക്കുന്ന നേരെ അങ്ങോട്ട് പോകും. മുട്ടി ഇരിക്കാത്തോടത്താണ് എന്ത് ചെയ്യുക? ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി the action potential reach the end of the axon. ആക്സോണിന്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ it reaches the terminal button. ടെർമിനൽ ബട്ടണിൽ എത്തും. The point where the terminal button from one neuron contact with the dendrite of another neuron is known as synapse. കണ്ടോ, ഈ ടെർമിനൽ ബട്ടണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. മുട്ടി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോയിക്കോളും. പക്ഷെ ഒത്തിരി ന്യൂറോൺസ് മുട്ടിയല്ല ഇരിക്കുന്നത്. ഇൻഫർമേഷൻ പാസ് അറ്റ് ദീസ് ജംഗ്ഷൻ ഫ്രോം ദ with the next neuron. ഈ ജംഗ്ഷനിൽ ഒന്ന് അടുത്തിലേക്കാണ് പോവുക. സിനാപ്സ് occur at 3 places on the next neuron. സിനാപ്സ് occur ചെയ്യുന്നത് 3 രീതിയിലാണ്. ആക്സോണിലേക്ക് പോകുന്നുണ്ട്, ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നുണ്ട്, ആക്സോണിന് സോമയിലേക്ക് പോകുന്നതും ഉണ്ട്. അതായത് ആക്സോണിന് വേറൊരു ആക്സോണിലേക്ക് പോവാം, ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക് പോവാം. ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആക്സോണിന് നേരിട്ട് സോമയിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാം. ഓക്കെ, സിനാപ്സ് ആർ ആക്സോഡെൻഡ്രൈറ്റിക്. ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്ന ആക്സോഡെൻഡ്രൈറ്റിക്, ആക്സോസൊമാറ്റിക് ഉണ്ട്, ആക്സോണിക് ഉണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് സിനാപ്സ് ഉള്ളത്. There are 2 kinds of synapse. ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് റെയർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, മുട്ടിയിരിക്കുന്ന റെയർ ആണ്. അതായത് 2 ന്യൂറോൺസ് മുട്ടി അങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോകുന്ന റെയർ ആണ്. The information from the transmitting neuron is sent to the next neuron via chemicals that come close to one another. കണ്ടോ, ചാനലുകൾ വഴി പോകും. അതായത് വളരെ അടുത്തിരിക്കാൻ അങ്ങനെ അങ്ങ് ചാനൽ വഴി പോകും. എനിക്ക് തോന്നുന്നു ഞാൻ പിക്ചർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് സിനാപ്സിന്റെ. കണ്ടോ, ചാനൽ വഴിയാ പോകുന്നത്, ഗ്യാപ്പ് ജംഗ്ഷനിലൂടെ. ഇതാണ് പ്രീ സിനാപ്റ്റിക് നടക്കുന്നത്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക്. ഇവിടെ നിങ്ങളുടെ ചാനൽ വഴി പോവുകയാണെങ്കിൽ ഇതാണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. നേരെ മറിച്ച് കെമിക്കൽ സിനാപ്സ് കണ്ടോ, ഇവിടുന്ന് പോകണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നിട്ട് വേണം. ഇവിടെ എന്താണ്, ചാനൽ ഇല്ല. ഇത് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. Hope you understand. Okay, the information from the transmitting neuron is sent to the next neuron via channels that come close to one another. Channels വഴി സെൻഡ് ചെയ്യുന്നതിനാണ് എന്താണ്, ആ ജംഗ്ഷനിൽ ചാനൽ വഴി അങ്ങനെ തന്നെ പോകുന്നതിനാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് the ions pass through the neurons easily and more efficiently. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒന്നിലേക്ക് പാസ് ചെയ്ത് പോവാ. ജംഗ്ഷനിലൂടെയാണല്ലോ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നും ആവശ്യം വരുന്നില്ല. Chemical synapse involve the transfer of neurotransmitter from one neuron to the another. When the membrane of the cell sends information, presynaptic membrane come to the contact with the membrane of the cell that is receiving the information, postsynaptic membrane. കണ്ടോ, ശ്രദ്ധിക്കണേ, മെസ്സേജ് അയക്കുന്ന ന്യൂറോൺ പ്രീസിനാപ്റ്റിക് മെംബ്രെയിൻ എന്നാ പറയാം, സ്വീകരിക്കുന്നത് പോസ്റ്റ് സിനാപ്റ്റിക്. ഇത് എങ്ങനെയാണ് പോകുന്നത്? ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കെമിക്കൽ സിനാപ്സ്. പിക്ചർ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് പ്രീ സിനാപ്റ്റിക് ആണ്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ആണ്. ഇതിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി, ആ കെമിക്കൽ വഴിയാണ് ആ മെസ്സേജ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് കെമിക്കൽ സിനാപ്സ്. നേരെ മറിച്ച് 2 സിനാപ്സ് തമ്മിലൊരു ചാനൽ വഴി നേരിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ സിനാപ്സ്. ഓക്കെ ആണോ? ഈ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഓക്കെ ആണോ? പറഞ്ഞേ. എല്ലാരും ഒന്ന് പറഞ്ഞേ. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് എന്റെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതുകൂടി നോക്കിയാലോ? ഓക്കെ, നോക്കിക്കേ. ഞാൻ സിനാപ്സ് എന്ന ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ എഴുതിയിട്ടുള്ള ആൻസർ കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ. സിനാപ്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2
അനാട്ടമിക്കലും ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനാണ്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ മുതൽ പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്താണ്? ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഇസ് കണ്ടിന്യൂ ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ബൈ എ ഗ്യാപ്പ് ജംഗ്ഷൻ. കേട്ടോ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും ഗ്യാപ്പ് ജംഗ്ഷൻ ആണ്. ഇവിടെ ചാനലിലൂടെയാണ് പോകുന്നത് between the presynaptic and postsynaptic neuron. So impulse directly passes continuously from presynaptic neuron to postsynaptic. Directly pass ചെയ്ത് പോകും ആ ഗ്യാപ് ജംഗ്ഷനിലൂടെ, ആ ചാനലിലൂടെ. സിമ്പിൾ ആക്കി എഴുതിയതാട്ടെ എന്റെ ഭാഷയിൽ. The property of electrical synapse is it will reduce the synaptic delay. കേട്ടോ, ഒരു ഇലക്ട്രിക്കൽ സിനാപ്സിന് ഒരു പ്രത്യേക സിനാപ്റ്റിക് ഡിലേ ഇല്ല. നേരിട്ട് പോവല്ലേ, കെമിക്കൽ ഒന്നും പാസ് ചെയ്യണ്ടല്ലോ. അപ്പൊ സിനാപ്റ്റിക് ഡിലേ അവിടെ ഉണ്ടാവില്ല. This type of synapse is found in some tissues like cardiac muscle, fiber smooth muscle ഒക്കെയാണ് കാണപ്പെടുന്നത്. റെയർ ആണ്. അതായത് ആ ഗ്യാപ് ജംഗ്ഷനിലൂടെ നേരിട്ട് ഒരു ചാനൽ വഴി പാസ് ചെയ്യുന്നതാണ് എന്ത്? ഇലക്ട്രിക്കൽ സിനാപ്സ്. എന്തോ ആരെന്തോ പറയുന്നുണ്ടല്ലോ, കേൾക്കാൻ വയ്യ കേട്ടോ. ഇനി കെമിക്കൽ സിനാപ്സ് നോക്കിക്കേ. കെമിക്കൽ സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ഓഫ് ദ സ്കെലിറ്റൽ ന്യൂറോൺ ആൻഡ് ന്യൂറോൺ muscular. In chemical synapse, action potential can't pass through the neuron. It is transmitted through chemical transmitter. കണ്ടോ, ഒറ്റയടിക്ക് പോകില്ല. കെമിക്കൽ ട്രാൻസ്മിറ്റർ വഴിയാണ് കെമിക്കൽ സിനാപ്സിലൂടെ പോകുന്നത്. In chemical synapse, there is no continuity between presynaptic neuron and postsynaptic neuron because the space between presynaptic and postsynaptic neuron, which is known as the synaptic cleft. A space, a synaptic cleft ഉണ്ടായതുകൊണ്ട് പ്രീന്ന് പോസ്റ്റിലേക്ക് ഒറ്റയടിക്ക് പോവില്ല. അവിടെ ഒരു വിടവുണ്ട്, ഒറ്റയടിക്ക് പാസ് ചെയ്യൂല. The impulse reaching the presynaptic neuron, presynaptic neuron എത്തുന്ന impulse cause the production of neurotransmitter. അവിടെ neurotransmitter ഉണ്ടാക്കുന്നു. This neurotransmitter passes through the synaptic cleft. ഈ neurotransmitterന്റെ കൂടെ synaptic cleftലൂടെയാണ് അടുത്തതിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതായത് ഒറ്റയടിക്ക് പാസ് ചെയ്യില്ല, ഈ ക്ലെഫ്റ്റ് ഉണ്ടായതിനെ കൊണ്ട്. ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടെയാണ് അങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ ആണോ? ആ സെക്കൻഡ് സെമസ്റ്റർ കാലത്ത് ഞാൻ എന്റെ സ്വന്തം വേർഡിൽ എഴുതി വെച്ചിട്ടുള്ളതാട്ടോ. എഴുത്തലിന് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ കാണാം. എന്നാലും ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ ആണോ? Okay, ma'am. ഇനി ഏതാ നോക്കട്ടെ അടുത്തത്. നമ്മുടെ സ്പൈനൽ ക്ലാസ്സിലാണ്. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം. എഗെയിൻ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ. നെർവസ് സിസ്റ്റം ഇസ് റെസ്പോൺസിബിൾ ഫോർ അവർ ബിഹേവിയർ ആൻഡ് തോട്ട് പ്രോസസ്. നമ്മുടെ ബിഹേവിയർ, ഞാനിപ്പോ പെൻ എടുക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, എല്ലാത്തിനും കാരണം നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റത്തിന് രണ്ട് മേജർ ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നിങ്ങൾ വരച്ചെന്നെ വെച്ചോളാം. കണ്ടോ, ഈ ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ്. പിക്ചർ ഉണ്ടോ? ക്രേനിയൽ നെർവ്സ്. നേരെ മറിച്ച് സ്പൈനൽ കോഡിന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ്. ഈ ക്രേനിയൽ നെർവ്സ് അടങ്ങിയതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയതാണ് എന്ത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ബാക്കിയുള്ള നെർവ്സ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കണ്ടോ, ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രല്, പെരിഫറല് മറ്റുള്ള ഭാഗങ്ങളൊക്കെ. ബ്രെയിനും സ്പൈനൽ കോഡ് എന്താണ്? ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. പെരിഫറല് വീണ്ടും രണ്ടെണ്ണം ഉണ്ട്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണോമിക് നമ്മൾ അറിയാതെ ഓട്ടോണോമിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന, അതായത് ശരീരത്തിനുള്ളിലുള്ളത്. ഇപ്പൊ കണ്ണിങ്ങനെ കണ്ണടയ്ക്കുന്നുണ്ട്, നമ്മൾ പേടിക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അത്തരത്തിൽ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ഇനി സൊമാറ്റിക്, അതായത് സോമം, ബോഡിയുമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൈ നിവർത്തുന്നു അല്ലെ, അങ്ങനെയുള്ളതിനെയാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ഗ്ലാൻഡ്സ്. ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഓട്ടോണോമിക്. സൊമാറ്റിക് ആണെങ്കിലോ കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൻസ് ഓർഗൻസ് ആൻഡ് വളണ്ടറി മസിൽസ്. നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള മസിൽസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. അപ്പൊ പെരിഫറൽ രണ്ടായിട്ട് തരിച്ചിട്ടുണ്ട്, ഓട്ടോണോമിക്കും സൊമാറ്റിക്കും.
ഇനി ഓട്ടോണോമിക്കിൽ എന്തുണ്ട്? സിമ്പതറ്റിക്കും ഉണ്ട്, പാരാസിമ്പതറ്റിക്കും ഉണ്ട്. അതായത് നമ്മൾ അറൗസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ പെട്ടെന്ന് ഒരു പ്രാന്തം പട്ടിയെ കണ്ടു, പേടിച്ചു, അപ്പൊ ഹാർട്ട് ബീറ്റ് കൂടി. ആ ഹാർട്ട് ബീറ്റ് കൂടിയത് എന്താണ്? സിമ്പതറ്റിക് ആണ്. പിന്നെ ആ പ്രാന്തം പട്ടി തിരിച്ചുപോയി, നമ്മൾ വീട്ടിലെത്തി, നമ്മൾ ആ പേടിയൊക്കെ മാറി. അപ്പൊ കൂടിയ ഹാർട്ട് ബീറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് പാരാസിമ്പതറ്റിക്. ഇത് രണ്ടും നമ്മൾ അറിയുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കാണ്. അതുകൊണ്ടാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനിയോ സൊമാറ്റിക്കിലാണെങ്കിൽ സെൻസറി ഉണ്ട്. സെൻസറി ആയിട്ടുള്ള നമ്മൾ നേരിട്ട് കാണുന്നു, കാണുന്നു, അങ്ങനത്തെ സെൻസറി ആയിട്ടുള്ള ഇൻപുട്സിനെയാണ് സെൻസറി അഫറന്റ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മോട്ടോർ, ഞാൻ ഈ പെൻ എടുക്കുന്നു, മോട്ടോർ, അതാണ് ഇഫറന്റ് അല്ലെങ്കിൽ മോട്ടോർ നെർവസ് സിസ്റ്റം. അപ്പൊ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? സെൻട്രൽ ഉണ്ട്, പെരിഫറൽ ഉണ്ട്. സെൻട്രൽ ആരൊക്കെയാണത്? ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ ഓട്ടോണോമിക്കും ഉണ്ട്, സൊമാറ്റിക്കും ഉണ്ട്. ഓട്ടോണോമിൽ ആരൊക്കെയാണുള്ളത്? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. സൊമാറ്റിക്കിലോ സെൻസറിയും മോട്ടോറുമാണ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്പൈനൽ കോഡാണ്. ഈ സ്പൈനൽ കോഡ് വരയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് വരേണ്ടത്. സ്പൈനൽ കോഡ് മാത്രം വന്നാലും മതി. എന്നിട്ട് അതിനിങ്ങനെ ഡിവിഷൻസ് കൊടുത്താൽ മതി കേട്ടോ. ഡിവിഷൻസ് എപ്പോഴും ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് വൃത്തിക്ക് വരച്ചോളൂ, എനിക്ക് എക്സ്പെന്നോട് അതിനെ കൊണ്ടാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് ഇസ് അഗെയിൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫംഗ്ഷൻ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാത്തിനും കൂടിയുള്ള നേരം നമുക്കില്ല. സ്ട്രക്ചർ മാത്രം പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ നമ്മൾ വളരെ സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദി സ്പൈനൽ കോഡ്. ദ ഷേപ്പ് ഓഫ് ദി സ്പൈനൽ കോഡ് ഇസ് ഓവൽ ആണ്. ഇങ്ങനെ ഓവൽ ആണ്, ഒരു സിലിണ്ടർ പോലെയാണ്. 45 സെന്റിമീറ്റർ ലെങ്ത് ആണ് സ്പൈനൽ കോഡിന് വരുന്നത്. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ സ്പൈനൽ കോളം. സ്പൈനൽ കോളത്തിന്റെ അകത്താണ് അതിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെരി ഡെലിക്കേറ്റ് സ്ട്രക്ചർ. തട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് വെരി വെരി ഡെലിക്കേറ്റ് സ്ട്രക്ചർ ആണ് എന്ത്? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയൽ ബോൾസ്. നമ്മുടെ ക്രേനിയൽ ബോൾസ്, നട്ടെല്ല് കൊണ്ട്, വെർട്ടിബിൾ കോളം കൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് വെർട്ടിബ്രേറ്റ് സറൗണ്ടഡ് ഇറ്റ്. There is pair of spinal nerves attached to spinal cord, 31 different level of spines. അതായത് 31 ലെവൽ ആയിട്ട് കിടക്കാണ്. പെയർ ആയിട്ട്, റൈറ്റിലും ലെഫ്റ്റിലും ഓരോ പെയർ ആയിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ സ്പൈനൽ നെർവ്സ് കിടക്കുന്നത്. The pair of nerves attached in a way, one to left and one to the right. ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലായിട്ട് 31 പേറുകളായിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് ഇരിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾസോ സ്ലൈറ്റ്ലി ട്രാപ്ഡ് ഇൻ ദ ലോവർ എൻഡ്. ലൈറ്റ്ലി ടേപ്പർ ചെയ്യുന്നുണ്ട്, ഒന്ന് കൂർത്തിരിക്കുന്നുണ്ട് ലോവർ എൻഡിലേക്ക്. ലോവറിലേക്ക് ഇച്ചിരി കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. There are two places where it bulges, at the cervical region and other at the lumbar region. കുറച്ചൊന്ന് ബൾജ് ചെയ്തിട്ട് രണ്ട് ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഒരു വീക്കം എന്നൊക്കെ പറയില്ല, ബൾജ് ചെയ്തിരിക്കുന്നുണ്ട് രണ്ട് ഏരിയയില്, സെർവിക്കൽ റീജിയനിലും ലംബാർ റീജിയനിലും. ഈ രണ്ട് പേരും എന്താക്കുക, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. There are number of vertebrae that surround it. ഒത്തിരി വെർട്ടിബ്രേ കൊണ്ടാണ് ഇത് സറൗണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. There are two deep groove in the spinal cord. സ്പൈനൽ കോഡിൽ അത് രണ്ട് groove, ഒരു കുഴിവ് രണ്ടെണ്ണം ഉണ്ട്. In the middle known as anterior median fissure and the posterior median sulcus. രണ്ട് ഗ്രൂവുകളാണ്, ആന്റീരിയർ മീഡിയൻ ഫിഷറും പോസ്റ്റീരിയർ മീഡിയൻ sulcusഉം. ഇത്രയും കാര്യം ഒന്നുകൂടി പറയാണ് കേട്ടോ. അപ്പൊ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് എക്സ്ട്രാ ആയിട്ട് എഴുതാം. ഫസ്റ്റ് തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ആണ്, സിലിണ്ട്രിക്കൽ ആണ്, നമ്മുടെ അബൌട്ട് 45 സെന്റിമീറ്റർ ലെങ്ത് ആണ്. സ്പൈനൽ കോളത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അവിടെ ക്രേനിയൽ ബോൺസ് കൊണ്ടും വെർട്ടിബ്രേ കൊണ്ടും അതിനെ സറൗണ്ട് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. സ്പൈനൽ നെർവ്സിൽ 31 ലെവലിലായിട്ട് പേറുകളായിട്ടാണ് സ്പൈനൽ നെർവ്സ് ഉള്ളത്. വൺ റൈറ്റ് വൺ ലെഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ലോവർ എൻഡിലേക്ക് കുറച്ച് ടേപ്പർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് ഏരിയയിലും ബൾജ് ചെയ്യുന്നുണ്ട്, സെർവിക്കൽ റീജിയനിലും ലംബാർ റീജിയനിലും. പിന്നെ നമ്പർ ഓഫ് വെർട്ടിബ്രേ സറൗണ്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഗ്രൂവുകൾ ഉണ്ട്. ഗ്രൂവുകളെ പേരെന്താണ്? ആന്റീരിയർ മീഡിയൻ ഫിഷറും പോസ്റ്റീരിയർ മീഡിയൻ സൾസസും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. വെരി ഗുഡ്. There are nerve root that enter and leave spinal cord. കേട്ടോ, nerve root ഉണ്ട്, എൻ്റർ ചെയ്യുന്ന nerve root ഉണ്ട്. അതായത് nerveലേക്ക് വരുന്ന
മെസ്സേജുകൾ നെർവസ് സിസ്റ്റത്തിലേക്ക് വരുന്നതുകൊണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. 2 റൂട്ടുകളുണ്ട്. ദ ഡോർസൽ നെർവ് റൂട്ട് ഹെൽപ്പ് സെൻഡ് ഇൻഫർമേഷൻ ഫ്രം സെൻസർ റിസപ്റ്റർ ടു സ്പൈനൽ കോഡ്. നമ്മളിപ്പോ കൈക്ക് അടി അടിച്ചാല് ആ മെസ്സേജ് സ്പൈനൽ കോഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഡോർസൽ നെർവ് റൂട്ട് വഴിയാണ്. ഇനി അപ്പൊ എന്താണ്, ആൻഡ് വെൻട്രൽ നെർവ് റൂട്ട് ക്യാരീസ് മോട്ടോർ ഇൻഫർമേഷൻ ഫ്രോം സ്പൈനൽ കോഡ് ടു ദ അതർ പാർട്സ് ഓഫ് ബോഡി. ഇനി വെൻട്രൽ നെർവ് റൂട്ട് ആണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതായത് ഡോർസൽ നെർവ് റൂട്ട് ഇൻഫർമേഷൻ എടുക്കുന്നു, അത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ കൈവലിച്ചോ അങ്ങനത്തെ എത്തിക്കുന്നത് വെൻട്രൽ നെർവ് റൂട്ട് ആണ്. ഫ്രം ദ ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് ഇങ്ങനെ മുറിച്ച് ക്രോസ് സെക്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ എവിഡന്റ് ദാറ്റ് ഇറ്റ് ഇസ് കമ്പോസ് ഓഫ് 2 ഡിഫറെന്റ് ഏരിയാസ്. 2 കളർ മാറ്റം കാണും. 2 ഏരിയ ഉണ്ട്, വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ദ ഇന്നർ കോർ എച്ച് ഷേപ്ഡ്, കേട്ടോ, ഈ എച്ച് ഷേപ്പ് ചെയ്തതില് അകത്തിരിക്കുന്നതാണ് എന്ത്, ഗ്രേ മാറ്റർ. കംപ്രൈസ് ഓഫ് ഗ്രേ മാറ്റർ ആൻഡ് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് സെൽ ബോഡീസ് ആൻഡ് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. ഈ മൈലിൻ ഷീത്ത് ഉണ്ടായപ്പോഴാണ് വൈറ്റ് കളറായിട്ട് ഇരിക്കുന്നത്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺ ആണ്, അതായത് ആക്സോണിനെ കവർ ചെയ്യുന്ന ഒരു ഷീറ്റാണ്. ആക്സോണിന് ബുദ്ധിമുട്ടൊന്നും ആക്സോണിന് പരിപ്പൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു കവറിങ്ങിനെയാണ് നമ്മൾ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ സ്പൈനൽ കോഡിന്റെ ഉള്ളില് ഗ്രേ മാറ്റർ ആണ്. അതിനർത്ഥം മൈലിൻ ഇല്ലാത്ത ന്യൂറോൺസ് ആണ് ഈ സ്പൈനൽ കോഡിന്റെ ഉള്ളില്. നേരെ മറിച്ച് വൈറ്റ് മാറ്ററോ സറൗണ്ടിങ് ഏരിയാസ് ബാക്കിയുള്ള ഭാഗത്തും വൈറ്റ് മാറ്റർ ആണ്, കാരണം മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ആക്സോണെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മൈലിൻ ഷീത്ത്. സോ ഉള്ളിലുള്ള ന്യൂറോൺസിന് മൈലിൻ ഷീത്തിന്റെ ആവശ്യമില്ല. പഠിച്ചോന്നറിയാം, വെറുതെ കുറെ മൈലിൻ ഷീത്ത് വേണ്ട, കാരണം ഉള്ളിലുള്ളതിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിലാണല്ലോ. നേരെ കുറച്ച് പുറത്തുള്ള ആക്സോൺസിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പൈനൽ കോഡിന്റെ ഉള്ളില് ഗ്രേ മാറ്ററും പുറത്ത് വൈറ്റ് മാറ്ററുമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അറിയാലോ. സമയത്തിന്റെ കുറച്ച് പരിമിതി മൂലം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ വളരെ വൃത്തിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫംഗ്ഷനും കൂടി പഠിച്ചോളാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരും പറഞ്ഞ സ്പൈനൽ കോഡ് ഓക്കെ ആണോന്ന്? യെസ് മാം. Yes, ma'am. Okay, ma'am. ക്ലിയർ? ഓക്കെ മാം. യെസ് മാം. ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യാം കേട്ടോ. Yes, ma'am. ഫോർ ബ്രെയിൻ ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്? ഫോർ ബ്രെയിൻ ആണോ? ഫോർ ബ്രെയിൻ ആണോ അതോ ഫ്രണ്ടൽ ലോബ്? ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കട്ടെ. ഫോർ ബ്രെയിൻ ആണോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? ഫോർ ബ്രെയിനും ലോബ്സും ഉണ്ട് മാം. അതാ ഫോർ ബ്രെയിൻ പറഞ്ഞുതരാം കേട്ടോ. ഓപ്ഷൻ വന്നിട്ടുണ്ട് മാം. ഫോർ ബ്രെയിനും കൂടെ പറഞ്ഞുതരാം. എവിടെ പോയി? ലോബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ ഹാസ് 2 ഡിവിഷൻ നോൺ ആസ് സ്റ്റീൽ ആൻഡ് സെഫാലൻ. ആദ്യം ബ്രെയിനിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ തുടക്കമില്ലാണ്ട് പോയി പോകും. The brain is located at the top of the central nervous system. Central nervous systemത്തിന്റെ ടോപ്പിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. 1.5 കിലോ തൂക്കമുണ്ട്. ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് കേട്ടോ, അതൊന്ന് ജസ്റ്റ് പറയാണ്. ഇനി the brain has 3 major division. ഫോർ ബ്രെയിൻ വന്നാലും ഇൻട്രഡക്ഷൻ ആയിട്ട് ഇത് എഴുതി വെക്കാം കേട്ടോ. ശ്രദ്ധിക്കാം, ഫോർ ബ്രെയിൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇൻട്രഡക്ഷൻ ആയിട്ട് എഴുതി വെക്കുന്നത് ദ ബ്രെയിൻ ഹാസ് 3 മേജർ ഡിവിഷൻസ്. ബ്രെയിന് 3 മേജർ ഡിവിഷൻ ആണ്. ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന്. ഫോർ ബ്രെയിൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്, ബിക്കോസ് ഫോർ ബ്രെയിനിലാണ് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോ തലാമസ് ഒക്കെ ഇരിക്കുന്നത് ഫോർ ബ്രെയിനിലാണ്. മിഡ് ബ്രെയിനില് ടെക്ടോം ടെഗ്മെന്റോ ആണ് മിഡ് ബ്രെയിനിൽ ഇരിക്കുന്നത്. ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലും പോൺസും മെഡുല ഒബ്ലോങ്കട്ടയാണ്. എന്തൊക്കെയാണ്? സെറിബെല്ലം, പോൺസ്, മെഡുല ഒബ്ലോങ്കട്ട. ഇതിനെ 3നെയും കൂടി ചേർത്തിട്ട് ബ്രെയിൻ സ്റ്റെം എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്? ബ്രെയിന് 3 മേജർ ഡിവിഷൻ ആണ്. ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന്. ഫോർ ബ്രെയിനിലാണ് ഒത്തിരി പാർട്സ്. സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോതലാമസ്.
മിഡ് ബ്രെയിനിൽ ആരാണ് ഇരിക്കുന്നത്? ടെക്ടോം ടെഗ്മെന്റും ആണ് ഇരിക്കുന്നത്. ഹൈൻഡ് ബ്രെയിനിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ പിന്നെ സെറിബെല്ലം, പോൺസ്, മെഡുല ഒബ്ലോങ്കട്ട. അവരെ 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കും. ഓക്കെ ആണോ? നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ ബ്രെയിൻ സ്റ്റെം. ഇനി ഫോർ ബ്രെയിൻ, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ ഹാസ് 2 ഡിവിഷൻ നോൺ ആസ് ടീലൻസെഫാലോണും ഡയൻസെഫാലോണും. അഗെയിൻ ഫോർ ബ്രെയിനിൽ 2 ഡിവിഷനുകൾ ഉണ്ട്. ടീലൻസെഫാലോണും ഡയൻസെഫാലോണും ആണ്. അത് ടീലൻസെഫാലോണില് ഇറ്റ് ഇൻക്ലൂഡ്സ് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ ആൻഡ് ലിംബിക് സിസ്റ്റം. കണ്ടോ? ടീലൻസെഫാലോണില് 3 പാരാണ്: സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം. It is the largest division of human brain. ഈ ടീലൻസെഫാലോൺ ആണ് ഹ്യൂമൻ ബ്രെയിനിലെ ലാർജസ്റ്റ് ഡിവിഷൻ. കാരണം മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സും ബേസൽ ഗാംഗ്ലിയയും ലിംബിക് സിസ്റ്റം അവിടെ ആയിരിക്കും. The cerebral cortex covers the 2 cerebral hemisphere, while the basal ganglia is placed in the subcortical area in the brain. കണ്ടോ? 2 ഹെമിസ്ഫിയറിനെ കവർ ചെയ്തുകൊണ്ടാണ് സെറിബ്രൽ കോർട്ടെക്സ് ഇരിക്കുന്നത്. നടുക്ക് സബ്കോർട്ടിക്കൽ ഏരിയയിലായിട്ടാണ് ബേസൽ ഗാംഗ്ലിയ ഇരിക്കുന്നത്. പറഞ്ഞേ, ഫോർ ബ്രെയിനെ 2 ഡിവിഷൻ ആക്കിയിട്ടുണ്ട്: ടീലൻസെഫാലോണും ഡയൻസെഫാലോണും. എഗെയിൻ ടീലൻസെഫാലോണിൽ ആരൊക്കെയാണ്? സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ ഉണ്ട്, ലിംബിക് സിസ്റ്റം ഉണ്ട്. ബ്രെയിനിന്റെ തന്നെ ലാർജസ്റ്റ് ഡിവിഷൻ ആണ് ഈ ടീലൻസെഫാലോൺ. അത് ഈ 2 ഹെമിസ്ഫിയറിനെ കവർ ചെയ്യുന്ന പോലെ സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്, നടുക്കായിട്ട് ബേസൽ ഗാംഗ്ലിയയും ഉണ്ട്. സെറിബ്രൽ കോർട്ടെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രെയിനിന്റെ മെയിൻ ഒരു ഏരിയ എന്ന് തന്നെ പറയാം. Cerebral cortex. The cerebral cortex is about 2 to 4 millimeter thick. 2 മുതൽ 4 വരെ മില്ലിമീറ്റർ തിക്കിലാണ് ആരിയിരിക്കുന്നത്. മില്ലിമീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല കേട്ടോ, മില്ലിമീറ്റർ തിക്നെസ്സിലാണ് സെറിബ്രൽ കോർട്ടെക്സ്. 2 ഹെമിസ്ഫിയറിന്റെ ഒരു കവർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സെറിബ്രം. സെറിബ്രത്തിന്റെ ടോപ്പിലാണ്. ഇറ്റ് ഇസ് ഔട്ടർ ഒബ്സർവബിൾ പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് ഈ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. Okay, there are millions of dendrites that synapse here with other neurons. കുറേ ഡെൻഡ്രോണുകൾ, millions of dendrons synapse ചെയ്യുന്ന കുറേ ഡെൻഡ്രോണുകൾ ഈ സെറിബ്രൽ കോർട്ടെക്സിൽ ഇരിപ്പുണ്ട്. The presence of small unmyelinated neuron in cerebral cortex give it gray color and thus it is also known as gray matter. കണ്ടോ? ഈ സെറിബ്രൽ കോർട്ടെക്സിൽ ഇരിക്കുന്നത് മൈലിൻ ഇല്ലാത്ത ആക്സോണുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അല്ലെങ്കിൽ മൈലിൻ ഇല്ലാത്ത ന്യൂറോണുകളാണ്. സോ ഗ്രേ മാറ്റർ ആണ് സെറിബ്രൽ കോർട്ടെക്സിൽ ഉള്ളത്. The layer beneath the cortex constitutes of large myelinated axon which give white color, hence it represents white matter. ഇനി അതിന്റെ താഴെയുള്ള ലെയറിലാണ് മൈലിനേറ്റഡ്. അവിടെയാണ് എന്തുള്ളത്? മേലെയുള്ള ലെയറിൽ മൈലിനേറ്റഡ് ന്യൂറോൺ അല്ല, അതുകൊണ്ട് അത് ഗ്രേ മാറ്റർ ആണ്. താഴെയുള്ളതിലാണ് വൈറ്റ് മാറ്റർ ഇരിക്കുന്നത്. ഇനി cerebral cortex there are small number and big bulges called as convolution. കേട്ടോ? സ്മോൾ ആൻഡ് ബിഗ് ബൾജുകൾ ഉണ്ട് സെറിബ്രൽ കോർട്ടെക്സിൽ. അതിന് പറയുന്ന പേരാണ് കൺവല്യൂഷൻ. ഇനി there are grooves between the bulges. ഈ ബൾജസിന്റെ ഇടയിൽ ഗ്രൂവുകൾ, മടക്കുകൾ ഉണ്ട്. The smaller bulges are known as sulci and the larger grooves are fissures. ചെറിയ ചെറിയ മടക്കുകളെ സൾസി എന്നും ലാർജ് മടക്കുകളെ ഫിഷേഴ്സ് എന്നും പിടിക്കും. There are many functions for cerebral cortex. ഒത്തിരി ഫംഗ്ഷൻ ഉണ്ട് സെറിബ്രൽ കോർട്ടെക്സിന്. The post central gyrus function as general somatic sensory area. It receives sensation of touch, temperature and pressure. ഇനി പോസ്റ്റ് സെൻട്രൽ ഗൈറക്സ് ആണെങ്കിൽ അതിന്റെ പണി എന്ന് പറഞ്ഞാൽ സെൻസറി ഏരിയ. നമ്മൾ ഒരാൾ ടച്ച് ചെയ്താൽ നമ്മൾ അറിയുന്നത്, അതുപോലെ ടെമ്പറേച്ചർ ഭയങ്കര ചൂടായി നമ്മൾ അറിയുന്നത്, പ്രഷർ കൊടുത്താൽ നമ്മൾ അറിയുന്നതൊക്കെ ഈ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് മുഖാന്തരമാണ്. ഇനി പ്രീ സെൻട്രൽ ഗൈറസ് വർക്ക് സൊമാറ്റിക് മോട്ടോർ ഏരിയ in which involved motor response and maintaining body position. നമ്മൾ ഇങ്ങനെ നിൽക്കാനൊക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ബോഡിയുടെ പൊസിഷൻ ഒക്കെ സഹായിക്കുന്നത് പ്രീ സെൻട്രൽ ഗൈറസ് ആണ്. ഇനി ഡിഫറെന്റ് ഏരിയാസിന്റെ പേരുകൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഡിഫറെന്റ് ഏരിയാസ് ഓഫ് കോർട്ടക്സ് ഹാവ് ഇമ്പോർട്ടന്റ് സെൻസറി ഫംഗ്ഷൻ. പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഉണ്ട്, പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ഉണ്ട്, പ്രൈമറി സൊമാറ്റിക് ഏരിയയും ഉണ്ട്. ഒത്തിരി എഴുതണ്ട കേട്ടോ, കാരണം എല്ലാം ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം ഒക്കെ എഴുതി വരണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്? 2 മുതൽ 4 സെന്റിമീറ്റർ വരെ തിക്നെസ് ഉണ്ട്. സെറിബ്രത്തിന്റെ ടോപ്പിലാണ്. ഔട്ടർ ഒബ്സർവബിൾ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്. മില്യൺസ് ഓഫ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൽ.
പുറത്ത് മൈലിനേറ്റഡ് അല്ലാത്ത ഗ്രേ മാറ്ററും ഉള്ളിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള വൈറ്റ് മാറ്ററും ആണ് ഉള്ളത്. ഇനി സ്മോൾ ആൻഡ് ബിഗ് ബൾജസ് ഉണ്ട്. ആ ബൾജസിന്റെ പേര് കൺവല്യൂഷൻ എന്നാണ്. ഇനി ബൾജസിന്റെ ഇടയിലായിട്ട് ഗ്രൂവുകൾ ഉണ്ട്. ആ സ്മോളർ ഗ്രൂവിനെ സൾസി എന്നും ബിഗർ ഗ്രൂവിനെ ഫിഷർ എന്നുമാണ് വിളിക്കുന്നത്. ഒത്തിരി ഫംഗ്ഷൻ ഉണ്ട് സെറിബ്രൽ കോർട്ടക്സിന്. ഇപ്പൊ പിന്നെ നമ്മുടെ പോസ്റ്റ് സെൻട്രൽ ഗൈറസിന്റെ പണി സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യാം, ടച്ച്, പ്രഷർ ഒക്കെയാണ്. പ്രീ സെൻട്രൽ ഗൈറസ് ആണ് സൊമാറ്റിക് മോട്ടോർ ഏരിയ, അതാണ് മോട്ടോർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ഒത്തിരി ഏരിയ ഉണ്ട്. പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് സെറിബ്രൽ നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിലാണ്. പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ഉണ്ട്, പ്രൈമറി സൊമാറ്റിക് ഏരിയയും ഉണ്ട്. ഓക്കെ ആണോ? അത്യാവശ്യം പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. കാരണം ഫോർ ബ്രെയിൻ ചോദിച്ചാൽ മൊത്തം എഴുതണം. അതായത് സെറിബ്രൽ കോർട്ടക്സ് എഴുതണം, ബേസൽ ഗാംഗ്ലിയ എഴുതണം, അതേപോലെ തന്നെ ലിംബിക് സിസ്റ്റം എഴുതണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരണം കേട്ടോ. ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ ഇസ് പ്രസന്റ് അണ്ടർ ദ സെറിബ്രൽ കോർട്ടക്സ് ആണ് ബേസൽ ഗാംഗ്ലിയ. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വൈറ്റ് മാറ്റർ മോസ്റ്റ്ലി. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് ടൺസ്. വൈറ്റ് മാറ്റർ, മൊത്തം വൈറ്റ് മാറ്റർ ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയ. ഒത്തിരി ട്രാക്റ്റുകൾ ഉണ്ട്. They are gray matter is present deep inside the cortex, unlike white matter. Deeply ഇച്ചിരി white matter ഉണ്ട് എന്നല്ലാണ് മൊത്തത്തിൽ എന്താണ്, സോറി, ഡീപ്പിൽ ഇച്ചിരി ഗ്രേ മാറ്റർ ഉണ്ടെന്നേ ഉള്ളൂ. മൊത്തം വൈറ്റ് മാറ്റർ ആണ്. ഇച്ചിരി കോർട്ടക്സിനെ പോലെ കുറെ വൈറ്റ് മാറ്റർ ഒന്നുമില്ല, ഇച്ചിരി വൈറ്റ് മാറ്റർ മാത്രമേ ഉള്ളൂ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ ബേസൽ ഗാംഗ്ലിയ is made of കുറച്ച് ന്യൂക്ലിയസ് ആണ്. കോഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമൻ, ഗ്ലോബുലസ് പാലിഡസ് ആൻഡ് അമഗ്നോയിഡ് ന്യൂക്ലിയസ്. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആരുണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ബേസൽ ഗാംഗ്ലിയ. കോഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമൻ, ഗ്ലോബസ് പാലിഡസ്, അമഗ്ഡലോയിഡ് ന്യൂക്ലിയസ്. ഈ 4 കൊണ്ടാണ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയ ഉണ്ടാക്കപ്പെട്ട് ഇരിക്കുന്നത്. ഇനി ഈ പോയിന്റ് ചെയ്താൽ മതി കേട്ടോ. ബീങ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സെറിബ്രം, ദ ബേസൽ ഗാംഗ്ലിയ ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് വളണ്ടറി മോട്ടോർ ആക്ഷൻ. അറിഞ്ഞുകൊണ്ടുള്ള മോട്ടോർ ആക്ഷൻ ആണ്, നടക്കാതിരിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള മോട്ടോർ ആക്ഷൻ ആണ് ബേസൽ ഗാംഗ്ലിയ കൺട്രോൾ ചെയ്യുന്നത്. മസിൽ കൺട്രാക്ഷൻ, പോസ്ചർ, വാക്കിംഗ്, അങ്ങനെയുള്ള അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ മോട്ടോർ ആക്ഷനെയാണ് ബേസൽ ഗാംഗ്ലിയ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇഫ് ദർ ഇസ് എനി ഡാമേജ് ടു ബ്ലഡ് വെസൽ ഇൻ ദിസ് ഏരിയ, അതായത് ഈ ബേസൽ ഗാംഗ്ലിയയുടെ ബ്ലഡ് വെസൽസിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ബേസൽ ഗാംഗ്ലിയക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, ഇറ്റ് കോസ് ലോക്കൽ ഇന്ററപ്ഷൻ ഓഫ് ദ ബ്ലഡ് ഫ്ലോ, കോസിംഗ് ടിഷ്യൂ ഡാമേജ് ഓർ സ്ട്രോക്സ് ലോക്കലി. ആണോ, അവിടുത്തെ ടിഷ്യൂ ഡാമേജ് ആവും, സ്ട്രോക്ക് വരെ സംഭവിക്കാം. അപ്പൊ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടക്സിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. നമ്പർ ഓഫ് ട്രാക്സ് ഉണ്ട്. വൈറ്റ് മാറ്റർ ആണ് അധികം. ഡീപ്പ് ഇൻസൈഡ് കുറച്ച് ഗ്രേ ഉണ്ട് എന്നല്ലാണ് മൊത്തത്തില് വൈറ്റ് മാറ്റർ ആണ്. കോഡറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമൻ, ഗ്ലോബുലസ് പാലിഡസ്, അമിഗ്ഡലോയിഡ് ന്യൂക്ലിയസ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അറിഞ്ഞുകൊണ്ടുള്ള വളണ്ടറി മോട്ടോർ ഫംഗ്ഷനെയാണ് ബേസൽ ഗാംഗ്ലിയ ഇൻവോൾവ് ആയിരിക്കുന്നത്. പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ സ്ട്രോക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഇനി ബേസൽ ഗാംഗ്ലിയക്ക് പരിക്ക് പറ്റിയാൽ വരുന്ന ഒരു ഡിസീസാണ് പാർക്കിൻസൺ ഡിസീസ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി ആണ് ലിംബിക് സിസ്റ്റം. ലിംബിക് മീൻസ് റിംഗ് ആണ്. ബോർഡർ അറൌണ്ട് ദ കോർപ്പസ്. കോർപ്പസിന് ഒരു കോർപ്പസ് കോളസ് അല്ലേ ഞാൻ പറഞ്ഞില്ല, അതിനൊരു ബോർഡർ പോലെയാണ്. അത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ കളക്ട് ചെയ്യുന്ന കോർപ്പസ് കോളസിന്റെ ഒരു ബോർഡർ പോലെയാണ് ലിംബിക് സിസ്റ്റം ഇരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് സ്ട്രക്ചർ. ഇനി ലിംബിക് സിസ്റ്റത്തിലുള്ള സ്ട്രക്ചറുകളാണ് സിംഗുലേറ്റ് ഗൈഡസ്, ഹിപ്പോക്യാമ്പസ്, വിച്ച് ആർ കണക്റ്റഡ് ടു അതർ ഏരിയാസ് ഓഫ് ബ്രെയിൻ. ഇവിടെ വരെ മതിയെ, അതർ ഏരിയാസ് ഓഫ് ബ്രെയിൻ. അതായത് ലിംബിക് സിസ്റ്റത്തിലുള്ള സ്ട്രക്ചറുകളാണ് സിംഗുലേറ്റ് ഗൈഡസും ഹിപ്പോക്യാമ്പസും. ഈ സിംഗുലേറ്റ് ഗൈഡസും ഹിപ്പോക്യാമ്പസും ഒക്കെ അതർ ഏരിയാസ് ഓഫ് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് സീറ്റ് ഓഫ് ഇമോഷൻ ആണ്. ഇമോഷനുകളെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ലിംബിക് സിസ്റ്റം. Limbic system is also known as old brain, performing functions related to emotional experience and expression and motivation. കേട്ടോ, ഇമോഷൻസ്, മോട്ടിവേഷന്, എക്സ്പ്രഷൻ, കരയ, ഇമോഷണൽ എക്സ്പ്രഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റം ആണ്. സിൻസ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെന്റ് ഇമോഷൻ. കേട്ടോ, ഫിയർ, ആംഗർ, സാഡ്നെസ്, ഫീഡിങ്, സെക്ഷൽ ബിഹേവിയർ, ഫൈറ്റിംഗ്, along with the cortex, it is also known as emotional brain. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കൊണ്ട് ലിംബിക് സിസ്റ്റത്തിനെ ഇമോഷണൽ ബ്രെയിൻ എന്നും വിളിക്കാറുണ്ട്. ഇഫ് ദർ ഇസ് എനി ഡാമേജ് ഇൻ ദിസ് ഏരിയ, ലിംബിക് സിസ്റ്റത്തിൽ എനി ഡാമേജ്, പിന്നെ പേടി, ഇമോഷൻ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് മേ ലീഡ് ടു അബ്നോർമൽ ഇമോഷണൽ റിയാക്ഷൻ ടു സിറ്റുവേഷൻ. സിറ്റുവേഷനിൽ അബ്നോർമൽ, നോർമൽ റിയാക്ഷൻ, ഇപ്പോൾ ഒരാൾ മനസ്സിൽ ചിലപ്പോൾ ഒട്ടിച്ചിരിക്കും, അബ്നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്.
അപ്പൊ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിനെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളസത്തിന്റെ ബോർഡർ പോലെയാണ് കിടക്കുന്നത്. അതിനകത്ത് 2 പാർട്ട് ഉണ്ട്, ഹിപ്പോ ക്യാമ്പസും സിംഗുലേറ്റ് ഗൈറസും. ഇത് മറ്റ് ബ്രെയിൻ ഏരിയയുമായിട്ട് കണക്റ്റഡ് ആണ്. ലിംബിക് സിസ്റ്റം ഓൾഡ് ബ്രെയിൻ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഇമോഷണൽ എക്സ്പീരിയൻസും. നമ്മൾ എന്താ അറിയോ, ഓൾഡ് ബ്രെയിൻ വിളിക്കാൻ വയസ്സായ ആളുകൾക്കാണല്ലോ ഇമോഷണൽ എക്സ്പീരിയൻസും അതുപോലെ എക്സ്പ്രഷൻ മോട്ടിവേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഓൾഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഫൈറ്റിങ്, ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അബ്നോർമൽ ആയിട്ടാണ് സിറ്റുവേഷൻസിന് ഇമോഷൻസ് കൊടുക്കുക. സിൻസ് ലിംബിക് സിസ്റ്റം ഓൾസോ പ്ലേസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലേണിംഗിലും മെമ്മറിയിലും, എനി ഡാമേജ് ടു ഹിപ്പോക്യാമ്പസ് കോസ് ഡെഫിസിറ്റ്സ് ഓഫ് മെമ്മറി. മെമ്മറിയിലും ലേണിംഗിലും പാർട്ടാണ് ഹിപ്പോക്യാമ്പസ്. അതുകൊണ്ട് തന്നെ ഹിപ്പോക്യാമ്പസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മെമ്മറി ഒക്കെ നന്നായിട്ട് കുറയും. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഫോർ ബ്രെയിനിന്റെ 2 ഇമ്പോർട്ടന്റ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടാണ് ആര്? നമ്മുടെ ടീലെൻസെഫാലോൺ. ടീലെൻസെഫാലോൺ ആരായിരിക്കുന്നത്? സെറിബ്രൽ കോർട്ടെക്സ്, ലിംബിക് സിസ്റ്റം, ബേസൽ ഗാംഗ്ലിയ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ആര്? ഡയൻസെഫാലോൺ. ഇറ്റ് ഇൻക്ലൂഡ്സ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്, optic chiasma and penile bone. It is present between cerebrum and midbrain. സെറിബ്രത്തിന്റെയും മിഡ്ബ്രെയിന്റെയും നടുക്കായിട്ടാണ് ഡീൻസെഫാലോൺ ഇരിക്കുന്നത്. ആരൊക്കെയുള്ളത്? തലാമസും ഹൈപ്പോതലാമസും ആണ് മെയിൻ ആയിട്ട്. അത് കൂടാതെ ഒപ്റ്റിക് ചയസ്മ, പീനൽ ബോഡി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തലാമസ് ഇസ് എ ലാർജ് 2-lobed സ്ട്രക്ചർ ആണ്, ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി ബ്രെയിൻ സ്റ്റം. ലാർജ് 2 ലോബ് ആയിട്ടുള്ളതാണ്. ബ്രെയിൻ സ്റ്റമിന്റെ ടോപ്പിൽ, ബ്രെയിൻ സ്റ്റെമ്മിന്റെ ടോപ്പിലായിട്ട്, മെഡുല ഒബ്ലോങ്കട്ട പോൺസിന്റെ ഒക്കെ ടോപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഇസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദി ഫോർബ്രെയിൻ. ഫോർബ്രെയിന്റെ സെൻട്രൽ പാർട്ടാണ് തലാമസ്. ദാറ്റ് ഹാസ് ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ. ഒരു ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ ഉണ്ട്, ജെനിക്കുലേറ്റ് ബോഡി എന്നുള്ള ഇമ്പോർട്ടന്റ് ന്യൂക്ലിയയും മെനി ന്യൂറോൺസ് ഇൻ ദ ന്യൂക്ലിയർ ഓഫ് തലാമസ്. ഒക്കെ ഇരിക്കുന്നത്, മെനി ഇമ്പോർട്ടന്റ് ന്യൂക്ലിയസ് ഒക്കെ ഇരിക്കുന്നത് തലാമസിലാണ്. The geniculate body plays important role in processing of auditory and visual information. Auditory ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷനും കാണുന്ന ഇൻഫർമേഷനും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത് തലാമസിലെ ഈ ജെനിക്കുലേറ്റ് ബോഡി എന്ന ഇമ്പോർട്ടന്റ് ന്യൂക്ലിയസ് ആണ്. Hence, thalamus is responsible for sensation of pain, temperature, touch and consciousness. Pain, touch, temperature ഒക്കെ തലാമസ് ആണ് ഇൻക്ലൂഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ ആണോ? അത്ര മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഹൈപ്പോതലാമസ്. Hypothalamus, hypo means below, is located below the anterior thalamus. Below. It is small part of the brain, weighing about only 7 grams. 7 gram മാത്രമാണ് വെയിറ്റ് വരുന്നത്. Despite its small size, its functional very important ആണ് നമ്മുടെ thalamus. It has 3 important nuclei. ഈ thalamusൽ 3 important nuclei ഉണ്ട്. Supraoptic nuclei, paraventricular nuclei, mammillary bodies എന്നീ 3 കാര്യങ്ങളാണ് ഉള്ളത്. The mid portion gives rise to stalk known as infundibulum that connected to the posterior pituitary gland. ഈ തലാമസിന്റെ മിഡ് പോർഷനിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഒരു വാല് പോലെ ഉണ്ട്. ഈ വാല് പോലെയുള്ള സാധനത്തിന് പറയുന്ന പേര് ഇൻഫംഡിബുലം ആണ്. ഈ ഇൻഫംഡിബുലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഹൈപ്പോതലാമസിനെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറിനെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ആണ് മാസ്റ്റർ ഗ്ലാൻഡ്, അതായത് എല്ലാ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ നിയന്ത്രിക്കുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറിനെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. എങ്ങനെ? ഒരു ഇൻഫംഡിബുലം എന്നൊരു സ്റ്റോക്ക് വഴിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസിന് നടുക്കാണ് ഈ സ്റ്റോക്ക് ഇരിക്കുന്നത്, ഇൻഫംഡിബുലം. ഈ ഇൻഫംഡിബുലം ആണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. The hypothalamus is responsible for the survival as well as enjoyment of life. കേട്ടോ, നമ്മൾ സർവൈവ് ചെയ്യിക്കണം, നമ്മൾ എൻജോയ്മെന്റ് ചെയ്യിക്കണം ഒക്കെ ഹൈപ്പോതലാമസ് ആണ്. Since it linked with nervous system to endocrine system. കേട്ടോ, ഹൈപ്പോതലാമസ് എന്ന nervous system പിറ്റ്യൂട്ടറി ആയിട്ടുള്ള എൻഡോക്രൈനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇറ്റ് കണക്ട്സ് മിഡ് സൈക്ക് ആൻഡ് ദ ബോഡി സോമ. മൈൻഡിനെയും സോമയെയും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അതായത് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി കണക്റ്റഡ് ആണ്, അത് നെർവസും എൻഡോക്രൈൻ. അതുകൊണ്ട് തന്നെ ഒരു മൈൻഡ് ബോഡി കണക്ഷൻ നടക്കുന്നുണ്ട് പിറ്റ്യൂട്ടറി ആൻഡ് ഹൈപ്പോതലാമസ്. ഇനി മാമിലറി ബോഡീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾഫാക്ടറി സെൻസേഷൻ. മണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻസേഷൻ ആണ് മാമിലറി ബോഡി റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നത്. അതുപോലെ ഇറ്റ് ഓൾസോ ഫംഗ്ഷൻ ആസ് പ്ലഷർ സെന്റർ. മാമിലറി ട്ടോ സാറ്റിസ്ഫൈ വേരിയസ് ഡ്രൈവ്സ്. ഈറ്റിങ്ങിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഉറക്കത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സെക്ഷൽ ബിഹേവിയറിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൈപ്പോതലാമസ്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? വെറും 7 ഗ്രാം Okay, ma'am. ഇത്രയുമാണ് നമ്മുടെ എന്തിരിക്കുന്നത്, നമ്മുടെ ഹൈപ്പോതലാമസ് ഇരിക്കും. ഓക്കെ ആണല്ലോ? Okay, ma'am. ഇനി ലോബ്സ് എടുക്കാനുള്ള നേരം ഇല്ല. ഓൾറെഡി നമ്മൾ 1.5 മണിക്കൂറായി കഴിഞ്ഞിട്ടുണ്ട്. ലോബ്സ് നന്നായിട്ട് നോക്കാട്ടോ. പിന്നെ നമ്മുടെ പിന്നെ സെൻട്രൽ നർവസ് സിസ്റ്റത്തിന് വേണ്ട ഡിസോർഡേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം അവൈലബിൾ ആക്കി തരാം വീഡിയോ. ഒന്നെങ്കിൽ സെൻട്രൽ നർവസ് സിസ്റ്റത്തിന് വരുന്ന ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ വീഡിയോ അവൈലബിൾ ആക്കി തരാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, ma'am. Yes, ma'am. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഓടിച്ചിട്ട് പോയി എടുത്താണ്. നമ്മളിത് ഒത്തിരി ക്ലാസ്സുകളിലൂടെ എടുത്ത സാധനം കേട്ടോ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എടുത്ത എന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മതി എന്നാണ് പറയുന്നത്. നോക്കാം. പിറ്റ്യൂട്ടറി ആയിട്ടാണ് ഇതിൻ്റെത്. ഓക്കെ. അപ്പോ നിങ്ങള് ഇങ്ങനെയല്ല കേട്ടോ ശരിക്കും പഠിക്കേണ്ടത്. സൈക്കോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വളരെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള കഥകളിലൂടെയും എക്സാമ്പിളിലൂടെയും നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കുക. അപ്പോ സെക്കൻഡ് ഇയറിലെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്ന കേട്ടോ. മുബിന പറഞ്ഞേ. ഈ നാച്ചുറൽ സ്കോപ്പ് ചോദിക്കുമ്പോ ഡിവിഷൻസ് അത് കംപ്ലീറ്റ് ആക്കി എഴുതാം. അല്ലാതെ ഡിവിഷൻസ് ഒരു 2-3 പോയിന്റ്സ്, ഓരോ ഡിവിഷനിൽ 2-3 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. മെത്തേഡ്സ് അത് എഴുതണ്ടല്ലോ. മെത്തേഡ്സ് വേണ്ട. സെക്കൻഡ് ഇയറിന്റെ ഫീസ് 10 സബ്ജക്റ്റിനും കൂടി വെറും 9,999 രൂപയാണ്. 4,500 അടച്ച് നിങ്ങൾക്ക് മാസം എന്നുള്ള നിലയ്ക്ക് അടച്ച് ജോയിൻ ചെയ്യണം. പോയിന്റ് വൈസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു ക്ലാസിന്റെ ഒരു റിവ്യൂ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ കൊടുക്കുക. അപ്പോഴാണ് ബാക്കിയുള്ള കുട്ടികൾക്ക്, കാരണം ഇതിന്റെ വീഡിയോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മളെ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇനി കണ്ടുപഠിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഞാൻ അവൈലബിൾ ആക്കി കൊടുക്കും. അവർക്ക് ഇനി വീണ്ടും കണ്ടുപഠിക്കാൻ വേണ്ടി പറ്റും. സോ മാക്സിമം നിങ്ങളുടെ ഒരു കുഞ്ഞ് ഫീഡ്ബാക്ക്, പോസിറ്റീവോ നെഗറ്റീവോ എന്താണോ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറായിട്ട് കിട്ടുന്നത്. അസൈൻമെന്റിന് ഹെൽപ്പ് ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, പ്രാക്ടിക്കൽ എക്സാമിന്റെ ഹെൽപ്പ് ഉണ്ടാവും. ഫുൾ ക്ലാസ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ് വിത്ത് നോട്ട്സ്, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ്, റിവിഷൻ എക്സാംസ്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ്, പിന്നെ സ്റ്റഡി പ്ലാൻ. ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള സ്റ്റഡി പ്ലാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. സോ 1 ഇയർ കൊണ്ട് 10 സബ്ജക്ട്, സെക്കൻഡ് ഇയർ ഒക്കെ ഒത്തിരി സബ്ജക്ട്സ്. സെക്കൻഡ് ഇയർ ഫീസ് 9,999 rupees ആണ്. സെക്കൻഡ് 10 സബ്ജക്റ്റിനും കൂടി കേട്ടോ. കംപ്ലീറ്റ് റെക്കോർഡ് ഡെയിലി ലൈവ് ഉണ്ടാവും. ലൈവ് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആവും. ഞാൻ മാത്രമാണ്, വേറെ ടീച്ചർ ഇല്ല സൈക്കോസ്റ്റഡി. 10 സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സിന് വീഡിയോ കിട്ടും, പ്ലസ് ലൈവ്. അപ്പം ലൈവും റെക്കോർഡിങ്സും കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇപ്പൊ ഇന്ന് ഓടിച്ചിട്ട് പോയതാണ്. നമ്മൾ കഥകളൊക്കെ പറഞ്ഞും ഇന്ററാക്ട് ചെയ്തിട്ടുമാണ് ക്ലാസ് എടുക്കുക. ആൻഡ് ഐ എം എ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. 2 വർഷമായിട്ട് സ്വന്തമായിട്ട് ക്ലിനിക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സോ സൈക്കോളജിക്ക് ആ രീതിയിലാണ് നമ്മൾ എടുക്കുക. ഒത്തിരി പേര്, 100-ന്റെ അടുത്ത് കുട്ടികൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. വളരെ സന്തോഷം, വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. Hope the class was productive and informative. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ഇതുണ്ടാവോ റിവിഷൻ ക്ലാസ്? റിവിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഞാൻ പ്രൊവൈഡ് ചെയ്യും. നല്ല ഡീപ്പായിട്ടാണ് എടുത്തത്, അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ മാം. താങ്ക് യു മാം. ബൈ. ലാസ്റ്റ് ചാപ്റ്റർ നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. എന്നാൽ പിറ്റ്യൂട്ടറി ഒക്കെ വരുന്നുണ്ട്. ഗ്ലാൻഡ്, ആ പിറ്റ്യൂട്ടറിനെ ഞാൻ അയച്ചുതരാം കേട്ടോ. മതി. Thank you, ma'am. ഓക്കെ.